ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ പോറ്റിയതുമെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുക്കളപ്പണി ചെയ്തുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാ വരിക. ഒരു പാത്രത്തിലുള്ളത് നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കും, അത് നമ്മൾ കഴിക്കാറുണ്ട്. ഒരു പാത്രത്തിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അതവിടെ ഒന്ന് മാറ്റിവെക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പാത്രത്തിന്റെ കഥയാ ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു പോയപ്പോ മനസ്സൊന്ന് പൊട്ടിപ്പോയി. എന്റെ ഉപ്പമാരെ അവൻ പറയാൻ തുടങ്ങി, ഉസ്താദേ, ഈ ഒരു പാത്രത്തിലുള്ള ഭക്ഷണം ഞങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിക്കും. ഉമ്മയോട് ഞങ്ങൾ ചോദിക്കും, ഉമ്മ നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ പറയുന്ന, മക്കളെ, ഈ പാത്രത്തിന്റെ ഉള്ളിലുള്ള ഭക്ഷണം മുഴുവനും ഉമ്മക്കാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. ഒരു വേള ഉമ്മക്ക് രോഗം വരികയാ. ഉമ്മ കൊണ്ടുവന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു പോയി. ഉമ്മക്ക് രോഗമായി. ഉമ്മാന്റെ കൈകാലുകളൊക്കെ തളർന്നതുപോലെ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി, റബ്ബേ, ഉമ്മ കൊണ്ടുവച്ചിരിക്കുന്ന പാത്രം നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ഉമ്മാക്കൊന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്കൊന്ന് കൊടുക്കാൻ ആ പാത്രം ഒന്നെടുക്കുമ്പോ, ആ പാത്രം ഒന്ന് തുറക്കുമ്പോ, അല്ലാഹുവേ, ആ പാത്രത്തിന്റെ ഉള്ളിൽ ഉമ്മ ചരൽ കല്ലുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോയത്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, നിങ്ങളുടെ വിശപ്പ് മാറുന്നതാണ് എൻ്റെ വയറു നിറയുന്നത്. മക്കളെ, ഇത്രയും നാൾ ഉമ്മ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉമ്മ പച്ചവെള്ളം കുടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. എൻ്റെ കുട്ടികളാകുന്ന നിങ്ങളുടെ വയറു നിറയുമ്പോ, നിങ്ങൾ സന്തോഷിക്കുമ്പോ, അതെന്റെ മനസ്സിന്റെ വിശപ്പ് അങ്ങോട്ട് മാറുന്നതാണ്. അത്രയും നാൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പട്ടിണിക്കിരുന്നു ഉസ്താദേ. പച്ചവെള്ളം കുടിച്ചിട്ട് എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടി ഒക്കെ മാറ്റിവെച്ചു പോയ ഉമ്മയാണ്. ഇന്നതുപോലത്തെ എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ വീട്ടില്. നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്ന, നമുക്ക് വേണ്ടി വെള്ളം തരുന്ന, ഉമ്മക്കിരിക്കുന്ന ഇറച്ചി കഷണത്തിന്റെ ബാക്കി പോലും, ഉമ്മക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മീൻ കഷണത്തിന്റെ ബാക്കി പോലും ഉമ്മ കഴിക്കാതെ കാത്തിരിക്കുന്നു. റബ്ബേ, എന്റെ കുട്ടി ഉച്ചക്ക് ചോറ് കഴിച്ചവനാണ്, വൈകുന്നേരം അവനിക്ക് മീൻ വേണം, അവനിക്ക് ഇഷ്ടാണല്ലോ, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഉമ്മമാർ ഈ സദസ്സിലില്ല എന്ന് പറയാൻ പറ്റോ? ഉപ്പമാര് പറയും, എന്നാ എനിക്കത് വേണ്ട, മോനിക്ക് വേണ്ടി മാറ്റിവെച്ചോ എന്ന് പറയുന്ന ഉപ്പമാർ ഈ സദസ്സിലുണ്ടല്ലോ. ഇന്ന് ആ ഉപ്പയും ഉമ്മയും നമുക്കൊന്ന് ഭാരമായി മാറിപ്പോയോ? ചെറുപ്പക്കാരാ, അവരുടെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിച്ചോ? ഇത്രയും സ്നേഹം തന്ന ഉമ്മാനെ കുറ്റം പറയാൻ പറ്റോ? ബാപ്പയെ കുറ്റം പറയാൻ പറ്റോ? അതുകൊണ്ടാണല്ലോ ഒരു ഉമ്മാനെ ചുമക്കുകയാണ്. എന്തിനാണ് ഉമ്മയെ ചുമക്കുന്നത്? ഉമ്മാനെ തോളിലേക്കിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഉമ്മാ, എന്റെ നല്ല വിലപിടിപ്പുള്ള വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് നിങ്ങളെ മലമൂത്ര വിസർജനം ചെയ്താൽ ഇതിവിടെ നിന്ന് വാരിയെടുക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തള്ളേ, നിങ്ങളെ ഞാൻ കൊണ്ട് കളയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم رضا الله في رضا الوالدين سخط الله في سخط الوالدين صدق رسول الله صلى الله عليه وسلم. إني أخاف الله من قال عندما دعت ذات عالم سب وجمالي وعلموا أمة سيدنا محمد صلى الله عليه وسلم. അഹദോനിൽ ഹംദോകൾ എറിഞ്ഞാനും തോടങ്ങും നീ അളവറ്റ സ്നേഹ കടാക്ഷത്താലി ചോരിയും നീ അംബിയ രാജാ റസൂലുള്ളാഹി കണി കാണാനേ അമ്പരമേഴിലും കാട്ടിയുള്ള റസൂലോരേ പാവനത്താലി തിളങ്ങും താരക നൂറുല്ലാഹ് ഖൈറുൽ വറയായ തിങ്കളാനബി സ്വല്ലല്ലാഹ് കനിവിൻ്റെ പൂനീല കാട്ടിയുള്ള റസൂലുള്ളാഹ് ആരംഭത്താലി തിളങ്ങും താരക സ്വല്ലല്ലാഹ്. വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നൽവഴികളിലൂടെ സൽപാന്താവിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗത്തിൻ്റെ വീടാക്കി സന്തോഷത്തിൻ്റെ വീടാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ഈ സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വേദനയോടെ, ഗർഗതത്തോടെ, നൊമ്പരത്തോടെ, ദുഃഖത്തോടെ കഴിഞ്ഞുകൂടുന്നവരുണ്ടെങ്കിൽ അല്ലാഹു ഈ സദസ്സിൻ്റെ മഹാത്മ്യം കൊണ്ട്, ഹഖ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ നൊമ്പരങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും എല്ലാം അല്ലാഹു തആല മാറ്റി ജീവിതത്തിൽ അല്ലാഹു സകലമാന നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ജീലാനിയോട് അനുബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലൂടെ ജീവിതം വരച്ചു കാണിച്ചു തന്ന
ബഹുമാനപ്പെട്ട അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൻ്റെ മാഹാത്മ്യങ്ങൾ വരച്ചു കാണിക്കുന്ന പരിപാവനമായ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിവസത്തിലും മാസത്തിലും സദസ്സിലുമാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ ഒരു സദസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് അള്ളാഹു സന്തോഷത്തിന്റെ ആരാമങ്ങൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറ്റി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവും പവിത്രതയുമായ എല്ലാവിധമാക്കപ്പെട്ട നിയമങ്ങളും ഹബീബിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിന് വഴിത്താരകളിലൂടെ സഞ്ചാരപഥങ്ങളാക്കി കാണിച്ചു തരികയും ആ ഒരു വഴികളിലൂടെ തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആയിരമല്ല ലക്ഷക്കണക്കാന ആളുകളെ അള്ളാഹുവിൻ്റെ പരിപാവനമായ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സ്വാദല തീരത്തേക്ക് കൈപിടിച്ചു ഉയർത്തുകയും ചെയ്ത, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഉറക്കെ പറഞ്ഞു അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ആ മഹാനുഭാവന്റെ ജീവിതം പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സമക്ഷത്തിൽ അവിടുന്ന് കുറെ ആളുകൾ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ല തങ്ങളെ, ജീവിതത്തിന് സന്തോഷം കിട്ടാനും ജീവിതത്തിൽ ആനന്ദം കിട്ടാനും അള്ളാഹുവിൻ്റെ അടുക്കൽ സന്തോഷകരമായെന്ന് കടന്നുകൂടാനും ആനന്ദത്തിന്റെ വഴികളിലൂടെ ജീവിതമൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകാനും അതിന് പറ്റുന്ന ഉപദേശങ്ങൾ അവിടുന്ന് പഠിപ്പിക്കണമെന്ന് അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് കടന്നു വന്ന ചെറുപ്പക്കാര് പറയുമ്പോൾ മഹാനുഭാവൻ അവിടുന്ന് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ദുനിയാവിന്റെ പുറത്തുകൂടെ ഏതൊരു വഴികളിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സക്കാത്തും നിങ്ങളുടെ സദഖയും അള്ളാഹുവിന് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്, ആ ചെയ്തു കൂട്ടുന്ന മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പൊരുത്തം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വഴിധാരകളിലൂടെ നിങ്ങൾ കടന്നു പോവുക. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകൾ അടർന്നു വീണപ്പോ ആ കടന്നു വന്ന ആളുകൾ ചോദിച്ചു, അല്ല, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ നിഅമത്തുകളും ആ നിഅമത്തുകൾ മുഴുവനും സന്തോഷകരമായിട്ടൊന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവനവന്റെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തോടു കൂടി കടന്നുകൂടണം. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ എന്ന് അവിടെന്ന് വരച്ചു കാണിച്ചിട്ടുള്ള ജീവിതത്തിന്റെ സത്യസന്ധ, ആ ഒരു സത്യസന്ധ അവിടെന്ന് വരച്ചു കാണിച്ചിട്ട് ഈ കടന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തോടു കൂടി ഒരു മനുഷ്യൻ ജീവിച്ചാലാണ് അള്ളാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ ദീനിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്നാൽ ആ കടന്നു വരുന്ന സദസ്സിന്റെ മാഹാത്മ്യം പോലും അവനിക്ക് ലഭിക്കുകയുള്ളൂ. എന്തിനേറെ പടച്ചവന്റെ പള്ളിക്കുള്ളിൽ കടന്നിരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോ, ളുഹർ നിസ്കരിക്കുമ്പോ, അസർ നിസ്കരിക്കുമ്പോ, ഇശാ നിസ്കരിക്കുമ്പോ, സുബഹി നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ ആ ഒരു റമളാൻ ഒന്ന് കടന്നു വരുമ്പോ ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് ഇബാദത്ത് എടുക്കുമ്പോ ആ ഒരു ഇബാദത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തമുണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് വളർത്തിയ പോറ്റി വളർത്തിയ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഒരു മക്കൾക്കും അതിന് സാധിക്കില്ല. അങ്ങനെ ആ ഒരു ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് ആ മകൻ ചെയ്യുന്ന ഇബാദത്തിന് കൂലിവുള്ളൂ, ആ മകൻ ചെയ്യുന്ന നിസ്കാരത്തിന് കൂലിവുള്ളൂ, ആ മകൻ ചെയ്യുന്ന ദിക്റിന് കൂലിവുള്ളൂ, ആ മകൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലിയുള്ളൂ. അതല്ലാതെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ ഏതൊരു മകനാണ് ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുന്നത്? പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാറി പറന്നുകൊണ്ട് കടന്നു വരുമ്പോ ആ പ്രിയപ്പെട്ട ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അഹന്തയുടെ ആർഭാടത്തിന്റെ ആഭാസരത്തിന്റെ അലോസരതയുടെ ആഴക്കടലിലേക്ക് കണ്ടുപോയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്, അവനിക്ക് യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല, യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ
ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ ഒരു സ്വഹാബി ഓടി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു, മുത്തു നബിയേ, സ്വല്ലൈതു സലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാ വസുംതു റമളാന വഖുംതു ലയാലിയാ മമ്മാത അലാ ഹാദാ യാ റസൂലല്ലാഹ്. قال النبي محمد صلى الله عليه وسلم كان مع النبيين والصديقين والشهداء يوم القيامة. ആരുടെ സമക്ഷത്തിലേക്കാണ് കടന്നു വരുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിരുന്നിട്ട് ആ ഒരു സ്വഹാബി കണ്ണുനീരോടെ പറഞ്ഞു പോവുകയാണ്, അള്ളാഹുവിന്റെ നബിയേ, സ്വല്ലൈതു സലവാത്തൽ ഖംസ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ അവിടം എപ്പോഴാണോ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത്, ആ നിസ്കാരത്തെ എപ്പോഴാ നബിയേ അവിടം നിസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ സമയം മുതൽ ഒരു വഖത്ത് പോലും മുടക്കിയിട്ടില്ല, ഒരു ളുഹർ മുടക്കിയിട്ടില്ല, ഒരു അസ്ർ മുടക്കിയിട്ടില്ല, ഒരു ഇശാ മുടക്കിയിട്ടില്ല നബിയേ. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് റസൂലല്ലാഹ്. വഅദ്ദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് നബിയേ. വഖുംതു ലയാലിയാ വസുംതു റമളാന, അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ പവിത്രതയായ റമളാൻ ഒന്ന് കടന്നു വന്നു പോയാൽ ആ റമളാനിൽ ഞാൻ 30 നോമ്പ് നോറ്റ് വീട്ടാറുണ്ട് നബിയേ. ഞാൻ പാഴാക്കാറില്ല, ഞാൻ കളയാറില്ല, ഞാൻ മുടക്കാറില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഈ ഒരു നോമ്പ് നോക്കുന്നുവെന്ന് മാത്രമല്ല, വഖുംതു ലയാലിയ, അല്ലാഹുവേ പരിപാവനമായ പരിശുദ്ധമായ പവിത്രമായ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിലേക്കൊന്ന് ഓടിപ്പോവുകയാ, അവിടത്തേക്കൊന്ന് ഓടിപ്പോയിരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. നല്ലതുപോലെ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തിന്റെ വഴികളിലൂടെയൊക്കെയാ കടന്നു പോകുന്നത്. അതുകൊണ്ട് റസൂലല്ലാഹ് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ട്, നോമ്പെടുത്തുകൊണ്ട്, സക്കാത്ത് കൊടുത്തുകൊണ്ട്, സ്വതക്ക ചെയ്തുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ വിട പറഞ്ഞു പോയാൽ, മമ്മാത അലാ ഹാദാ യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ വിട പറഞ്ഞു പോയാൽ എന്റെ വാസസ്ഥലം എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, കാന മഅൻ നബീന വസ്സുദ്ദീഖീന വശുഹദാ ഇലാ യൗമിൽ ഖിയാമ. ബദരീങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബത്തുണ്ടല്ലോ, അവിടത്തേക്കൊന്ന് കടന്നു വരുന്ന ബദരീങ്ങളുണ്ടല്ലോ, ഉഹദിൽ പങ്കെടുത്തവരുണ്ടല്ലോ, ഖൈബറിൽ പങ്കെടുത്തു പോയി ഷഹീദായവരുണ്ടല്ലോ, എൻ്റെ അബൂബക്കർ കടന്നു പോകുന്ന, ഉമർ കടന്നു പോകുന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന അല്ലാഹുവിൻ്റെ സുന്ദരമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പരിമളത്തിലേക്കാണ് കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടില്ല. മുസ്തഫ നബി തങ്ങൾ പറയാ, മാലം യഅഖബാലിദൈ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു കൊല്ലത്തിന്റെ കഥയല്ല നമ്മൾ പറയുന്നത്, ഒരു മാസത്തിന്റെ കഥയല്ല നമ്മൾ പറയുന്നത്, ഒരു മണിക്കൂറിന്റെ കഥയല്ല നമ്മൾ പറയുന്നത്, ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡില് പ്രിയപ്പെട്ട പ്രസവിച്ച് വളർത്തിപ്പോയ ഉമ്മയുണ്ടല്ലോ, 6 കൊല്ലവും 7 കൊല്ലവും വിദേശത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്.
ഉമ്മയുണ്ടല്ലോ, ആ ബാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരൊറ്റ നോട്ടം, ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ നോക്കിപ്പോയാ 1000 കൊല്ലം ഇബാദത്ത് ചെയ്താലും, 1000 കൊല്ലം നോമ്പ് നോറ്റാലും, 1000 കൊല്ലം സക്കാത്ത് കൊടുത്താലും, 1000 കൊല്ലം സ്വതക്ക ചെയ്താലും വല്ലാഹി അല്ലാഹു നിന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പഠിപ്പിച്ചതാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ വെറുതെയാണ് എന്ന് കരുതരുത്. വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ കാരണം കരയുന്ന ഉമ്മയോ ബാപ്പയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വേറെ ഉസ്താദെ ഒരുപാട് വിഷയങ്ങൾ പറയാനില്ലേ? ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാലും മർമ്മപ്രധാനമായി ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഇതാണ്. കാരണം അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഒരു ഇബാദത്ത് പോലും പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തുണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ലാ യഖ്ബലുഹുല്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂലെന്നാ. എത്ര കരഞ്ഞിട്ട് കാര്യമില്ല. പടച്ചവന്റെ പള്ളിയിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഒരു ഖത്തമല്ല 1000 ഖത്തം ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിന്റെ ഉള്ളിലുള്ള ബാപ്പയോട് സ്നേഹത്തിന്റെ വാക്കു പറയാത്ത മക്കളാണോ? വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മയോട് സ്നേഹത്തിന്റെ നോട്ടം അവരുടെ മുഖത്തേക്ക് നോക്കാത്ത മക്കളാണോ? വല്ലാഹി ലാ യഖ്ബലുഹുല്ലാഹ്, അല്ലാഹു അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടാവും, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മകളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ നിസ്കരിച്ചു, ഒരാൾക്ക് 30 വയസ്സ്, അതിനകത്ത് 15 വിട്ടേക്കിൻ, ബാക്കി 15 കൊല്ലവും ഒരു വക്കത്തും അവൻ മുടക്കിയിട്ടില്ല, ഒരു വക്കത്തും മുടക്കിയിട്ടില്ല. എന്തിനേറെ ഇന്നലെ പട്ടാമ്പിയിൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപ്പ വന്നിട്ട് കൈപിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ എനിക്കെന്റെ മക്കൾ എനിക്ക് വല്ലാത്ത ജീവനാണ്, പക്ഷെ ആ ഒരു മക്കൾക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭാരമാണ്, അതുകൊണ്ട് ദുആരക്കണം. അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കറിയില്ലല്ലോ, നമ്മുടെ മാതാവിന്റെ നമ്മുടെ പിതാവിന്റെ മുഖത്തേക്ക് നമ്മൾ ഒരു പുഞ്ചിരി, അള്ളാഹുവേ റഹ്മത്തിന്റെ ഒരു പുഞ്ചിരി കൊടുത്താൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, സന്തോഷം നമ്മളിലേക്കൊന്ന് കടന്നു വരും. ഇല്ല എങ്കിലോ കരയുന്ന കണ്ണീര ചാരയായിട്ടൊഴുകിയാൽ ഇല്ല സുബ്ഹാനെ സ്വീകരിക്കില്ല ഇബാദത്തായി. പൊട്ടിക്കരഞ്ഞു തളർന്നു ചാരേ മറിന്താരേ ഇല്ല ഒരാളിലെ പാരിലാകെ ചോരിന്താരേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക, 60 വയസ്സുള്ള ബാപ്പയോട് 70 വയസ്സുള്ള ബാപ്പയോട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പമാര് പലരും മരിച്ചെന്ന ഖബറിലാണല്ലോ, ഉമ്മമാര് പലരും മരിച്ചെന്ന ഖബറിലാണല്ലോ. അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ ആ പ്രിയപ്പെട്ട പിതാവിന് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? ആ പ്രിയപ്പെട്ട മാതാവിന് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഒരു ഖത്തമോദി എന്ന് പറയുമ്പോ വാട്സപ്പ് ഓഫാക്കി, ഫേസ്ബുക്ക് ഓഫാക്കിയിട്ട് പടച്ചവന്റെ പരിപാവനമായ പരിശുദ്ധമായ റമളാനൊന്ന് കടന്നു വരുമ്പോ ആ റമളാനിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോവുകയാ. ഖുർആനെ ശരണമെന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതിപ്പോ എന്റെ ചെറുപ്പക്കാരാ, നീ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല, യാസീൻ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല, വാഖിഅ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു ഖുർആൻ മുഴുവനും ഫുള്ളായിട്ട് ഓതിയിട്ട് വീണ്ടും ആ
ആവർത്തിച്ചാവർത്തിച്ച് ഓതി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷേ നീ അതാ പള്ളിക്കുള്ളിലിരുന്ന് കൊണ്ട് റമദാനിൽ 30 ഖത്തം ഓതി എന്നിരിക്കട്ടെ, പെരുന്നാളിന്റെ അന്നത്തെ ദിവസം വരെ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളോട് പിണക്കമില്ലായിരുന്നല്ലോ, ബാപ്പക്ക് നിങ്ങളോട് പിണക്കമില്ലായിരുന്നല്ലോ. പക്ഷേ പെരുന്നാളിന്റെ അന്ന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ബാപ്പ നിന്റെ മുഖത്തേക്ക് ഒരു വെറുപ്പിന്റെ നോട്ടം നോക്കിയാൽ, ഉമ്മ നിന്റെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും നാൾ ഓതിയ ഖുർആൻ അല്ലാഹുവിന് വേണ്ട, ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരം പടച്ചവനിക്ക് വേണ്ട, ഇത്രയും നാൾ കൊടുത്തു വീടിയ ഒരു സ്വതക്കയും അല്ലാഹുവിന് വേണ്ട. ഇത് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ മണിമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പറയുമ്പോൾ എന്നോട് നിങ്ങൾ വെറുപ്പ് വെക്കാനല്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അല്ലാഹുവേ ശരിയാണല്ലോ ഒന്ന് ചിന്തിക്കാനാണ്, വെറുപ്പ് വെക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹുവേ, വീട്ടിന്റെ ഉള്ളിൽ ഞാൻ കാരണം കരയുന്ന ബാപ്പയോ ഉമ്മയോ ഉണ്ടോ? ഞാൻ കാരണം വിഷമിക്കുന്ന ഉമ്മയോ ബാപ്പയോ ഉണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ പോയിട്ട് അവരോട് പൊരുത്തം ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ സദസ്സിൽ ഇരുന്നതിന്റെ കൂലി അള്ളാഹു നമുക്ക് തരൂല്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ഒരു ജുമാക്കെങ്കിലും പോവില്ലേ, അതിന്റെ കൂലി അള്ളാഹു തആല തരൂല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം. നാളെ മരിച്ചാൽ അള്ളാഹുവേ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വന്നുകൊണ്ട് മയ്യത്ത് പൊതിയുന്ന ഒരു യുവാവാൻ വേണ്ടിയിട്ട്, അല്ലാതെ മരിക്കണ സമയത്ത് അള്ളാഹുവിന്റെ അദാബിന്റെ മാലാകമാര് കടന്നു വന്നിട്ട് ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാത്ത മകനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗതികേട് വരരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. ഉപദ്രവമായിട്ട് ഞാൻ ഒന്നും പറയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപകാരമുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഉപകാരമുള്ളത് പറഞ്ഞാൽ അവസാനം പറയാം അവ അങ്ങനെ പറഞ്ഞു, അത് വേറെ ആവശ്യമുണ്ടോ, അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലേ? നമ്മളിങ്ങനെ കേൾക്കുന്നവരല്ലേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു ഉമ്മുമ്മ അള്ളാഹുവിന് ലെറ്റർ എഴുതി, ടു അള്ളാഹ് എന്നും പറഞ്ഞിട്ട് കത്തെഴുതാണ്. വയസ്സായൊരുമ്മ എന്നിട്ട് എഴുത്തെഴുതി, അള്ളാഹുവേ, ഞാൻ ഒരു വയസ്സായൊരു കിഴവിയാണ്, എനിക്ക് ആൺമക്കളില്ല പെൺമക്കളില്ല ആരുമില്ല, അതുകൊണ്ട് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം, ഒരു 500 രൂപ നീ എനിക്ക് തരണം. പോസ്റ്റ്മാൻ്റെ കത്ത് കൊടുത്തു. പോസ്റ്റ്മാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനൊരു കത്ത് വരുമെന്ന്. ഉടൻ തന്നെ പോസ്റ്റ്മാൻ അവിടെ നിന്ന് മനസ്സോടെ, ഏതായാലും അള്ളാഹുവേ, ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് ഏതായാലും ഉണ്ടാവൂല, അള്ളാഹുവിന് ഇങ്ങനെ ഒരു കത്ത് പോകൂല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് പോസ്റ്റ്മാൻ അവിടെ നിന്ന് എഴുത്ത് പൊട്ടിച്ചിട്ട് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അള്ളാഹ്, ഞാൻ ഒരു കിഴവിയാണ്, എനിക്ക് സുഖമില്ല, 500 രൂപ എനിക്ക് വേണം. സന്തോഷമായി. ഏതായാലും പോസ്റ്റ്മാൻ ചിന്തിച്ചു, എൻ്റെ ഉമ്മയെ പോലത്തെ പാവരുമ്മല്ലേ, ഏതായാലും അള്ളാൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കത്തും പോകൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോസ്റ്റ്മാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി ഒരു 450 രൂപ ഒരു കവറിലിട്ടിട്ട് പിറ്റേ ദിവസം ഉമ്മാൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. അള്ളാഹുവേ, സന്തോഷം, അള്ളാഹു ഇത്ര പെട്ടെന്ന് മറുപടി കൊടുക്കുമെന്ന് ഉമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഉടൻ തന്നെ കത്ത് പൊട്ടിച്ചു, നോക്കി പൈസ ഉണ്ടപ്പം 450 രൂപയുള്ളൂ. 450 രൂപയുള്ളൂ. ഉടൻ തന്നെ ആ ഉമ്മ അവിടെ നിന്ന് അടുത്ത കത്തെഴുതി. സാധാരണ അങ്ങനെയാണല്ലോ, ഒരു എഴുത്ത് ഇങ്ങോട്ട് കിട്ടിയാൽ അടുത്ത മറുപടി അങ്ങോട്ട് അയക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എഴുതി, അള്ളാഹുവേ, നീ കൊടുത്തു വിട്ടത് 500 രൂപയാണ്, പക്ഷേ അത് ഇവിടെ എത്തിയപ്പോൾ 450 രൂപയുള്ളൂ. അത് കൊണ്ടുവന്ന പോസ്റ്റ്മാൻ 50 രൂപ കട്ടിട്ടാണ് പടച്ചോനെ കൊണ്ടുവന്നേന്ന്. സുബ്ഹാനല്ലാഹ്. ഈ സാധു മനസ്സുകൊണ്ട് കരുതിയിട്ടില്ല. ഈ സാധു ഒരു ഉപകാരം ചെയ്തതാണ്. പക്ഷെ അവസാനം വന്നതോ ഉപദ്രവമായിട്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉപകാരത്തിന് വേണ്ടിയാ പറയാ. അതുകൊണ്ട് ഇബാദത്തെടുക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പഠിക്കുക. പടച്ചവനെ, നമ്മളൊക്കെ എല്ലാ പ്രഭാഷണങ്ങളിലും കേട്ടുപോകുന്ന ഒരു കഥയുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. എന്തിനാ ഞാൻ ഇത് പറയുന്ന എന്നറിയോ? ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കടന്നുപോയാൽ ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ. ബാപ്പയോട് ഉമ്മയോട് വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു പോയത് കൊണ്ട് അല്ലാഹുവേ, അവൻ കടന്നു പോകും അല്ലാഹുവിന്റെ നരകത്തിന്റെ പടുകൊടിയിലാണ്. അതുകൊണ്ടാണല്ലോ പടച്ചവന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നലദൈനാ ആകാലം വജഹീമാ. നരകത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ അല്ലാഹു പറഞ്ഞു വിടുകയാണ്. അതിനകത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, ഇദാ ഉൽഖൂ മിൻഹാ സമിഊ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തക
تكاد تميز من الغيظ كلما ألقي فيها فوج سأله خزنتها ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു അതാ നരകത്തിന്റെ എല്ലാ ആളുകളെയും നരകത്തിന്റെ മുകൾ ഭാഗത്ത് അല്ലാഹു കൊണ്ടിരുത്തുകയാ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ചോദിച്ചു പോവുകയാ, പൊന്നുമോനെ അലം നഅതികും നദീർ, ബാപ്പയോട് ഉമ്മയോട് സ്നേഹത്തോടെ വർത്തിക്കണമെന്ന് പറയാൻ നിനക്കൊരു മുന്നറിയിപ്പുകാരൻ കടന്നു വന്നിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ ബലാ ഖദ് ജാഅനാ നദീർ, അല്ലാഹുവേ മുന്നറിയിപ്പുകാരൻ കടന്നു വന്നിട്ടുണ്ട്. ലോകത്തിന്റെ രാജകുമാരനായ മദീനയുടെ മണൽ പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഫകذبنا وقلنا ما نزل الله من شيء. അല്ലാഹ് നിന്റെ ഖുർആനിലൂടെ ബാപ്പയെ ബഹുമാനിക്കണമെന്ന് പറയാൻ, ഉമ്മയെ ബഹുമാനിക്കണമെന്ന് പറയാൻ, ഈ കാലഘട്ടം മോശമാണ്, അപ്പോഴും അവരുടെ സ്നേഹം വേണമെന്ന് പറയാൻ മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേന്ന് മനുഷ്യരോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് പറയും, ബല അല്ലാഹുവേ ബാപ്പയെ ബഹുമാനിക്കാൻ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ നിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. ഫകذبന, ഞങ്ങളത് കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, നിന്റെ ഖുർആനിലൂടെ എന്തു പറഞ്ഞോ അത് മുഴുവനും ഞങ്ങൾ കളവാക്കി. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കുന്നു പറയും. അങ്ങനെ പറയുന്നവരെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോഴാണല്ലോ ഉമ്മയെ വെറുപ്പിച്ച ബാപ്പാനെ ചീത്ത വിളിച്ച മക്കളല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബ്സീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ജസാഅൻ വിഫാഖ, ജസാഅൻ വിഫാഖ, മോനെ യോജിച്ച ശിക്ഷയാണ്. അല്ലാഹു നരകത്തിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ കിടന്നിട്ട് ഇങ്ങനെ വെന്തുരുകും, കിടന്നുകൊണ്ട് നിലവിളിക്കും, നൊമ്പരത്തോടെ പൊട്ടിക്കരയും. അപ്പൊ അല്ലാഹു പറയും, നിന്റെ ബാപ്പാനെ നീ വെറുപ്പിച്ചു, നിന്റെ ഉമ്മാനെ നീ വെറുപ്പിച്ചു, അതുകൊണ്ട് ജസാഅൻ വിഫാഖ, യോജിച്ച ശിക്ഷ, യോജിച്ച ശിക്ഷ. പ്രച്ചോനെ ഈ ഇരിക്കുന്ന ഒരാൾക്കും അങ്ങനത്തെ ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാഹുവേ. സഹോദരങ്ങൾ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയും. ഇവിടെ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. നിങ്ങൾ ഒരുപാട് നേരം ഇവിടെ കാത്തിരുന്നവർ, അല്ലാഹു ആ ഒരു കാത്തിരിപ്പിന് പകരം അല്ലാഹു തആല സ്വർഗ്ഗം അല്ലാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ പരാജയമാണ്, ഇല്ലെങ്കിൽ പരാജയമാണ്. അതുകൊണ്ടാണ് ഫളൽ റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ ചാരത്ത് വന്നുകൊണ്ട് പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട ഉമ്മ, എല്ലാവരും അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, എല്ലാവരും കടന്നു പോകുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ മകനിക്ക് കൂടെ അവിടത്തേക്കൊന്ന് കടന്നു പോകാൻ ആഗ്രഹമുണ്ടുമ്മ. പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് പൊന്നുമകനോട് പറയുന്നു, പൊന്നുമോനെ, ഉമ്മ തനിച്ചാണ് ഇവിടെ, ഉമ്മ സാധുവാണ്, ഉമ്മ പാപപ്പെട്ടവളാണ് പൊന്നുമോനെ. അതുകൊണ്ട് എൻ്റെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വയസ്സായ ഉമ്മാനെ നോക്കാൻ ഒരാളില്ല, അതുകൊണ്ട് പോകണ്ടാന്ന് വിളിച്ചു പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഫളൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് വേദന കൂടുകയാ. നോക്കുമ്പോഴാണ് മറ്റുള്ള ആളുകളൊക്കെ ലബ്ബൈക വിളിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ കടന്നു പോകുന്നത്. യാ അല്ലാഹ്, ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഫളൽ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുക്കുകയാണ്. അല്ലാഹുവേ, ഏതായാലും നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കാനാണ്, അത് കുഴപ്പമില്ല അല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളെല്ലാം ഒരുക്കുകയാ. എല്ലാം എടുത്തു വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. വൈകുന്നേരമായപ്പോ പടച്ചവന്റെ ഒരു പള്ളിക്കുള്ളിലേക്കൊന്ന് കടന്നുകൂടുകയാ. എന്തിനാണ് പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കയറിയെന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാൻ, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ, അള്ളാഹുവിന് വേണ്ടി ദിക്റ് ചൊല്ലാൻ അവിടത്തേക്കൊന്ന് കടന്നു പോടുകയാ. ആ സമയത്തിലാണ് ആ നാട്ടിൽ ഒരു കളവ് നടക്കുന്നത്. എല്ലാവരും കള്ളനെ ഓടിച്ചു കൊണ്ടുവരുമ്പോ കള്ളൻ ഓടി കയറിയത് അള്ളാഹുവേ പരിശുദ്ധമായ പരിപാവനമായ പള്ളിക്കുള്ളിലാണ്. ആ പള്ളിയുടെ ഉള്ളിലേക്ക് കള്ളൻ കയറിയപ്പോ ഓടിച്ചു കൊണ്ടുവന്ന മുഴുവൻ ആളുകളും അങ്ങോട്ടൊന്ന് കടന്നുകൂടുകയാണ്. യാ അല്ലാ, അവസാനം അവർ നോക്കുമ്പോ അവിടെ ഒരാൾ ഇരുന്ന് കൊണ്ട് ഇബാദത്തെടുക്കുകയാണ്. ആ മനുഷ്യനെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെയാണ് തിരക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ ഞാനല്ല. അപ്പോഴാണ് തിരക്കിപ്പോയ ആളുകൾ പറഞ്ഞടാ വൃത്തികെട്ടവനെ, മോഷണം നടത്തിയിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ട് നീ വല്ലാത്ത കാര്യങ്ങൾ പറയുകയാണോ? പലരും പറയാറുള്ളതും ഇതാണ്. എന്താണെന്നല്ലേ? മോഷണം നടത്തിയിട്ട് പടച്ചവന്റെ പള്ളിക്കുള്ളിൽ വന്നിട്ട് ഇന്നതുപോലൊക്കെ ചെയ്തെന്ന് വിളിച്ചു പറയുമ്പോ അത് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാട്. ഇല്ല നീ കള്ളനാ എന്ന് പറഞ്ഞുകൊണ്ട് ഫദൽ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിട്ട് കൊണ്ട് പിടിച്ചുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാ. രാജാവ് അവിടെ നിന്ന് പറയുന്നു, ഇവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ, ഇവന്റെ കാല് വെട്ടി മാറ്റട്ടെ, ഇവന്റെ കൈ മുറിച്ചു മാറ്റട്ടെ, അവന്റെ കാതറുത്തു മാറ്റട്ടെ എന്ന് വിളിച്ചു പറയുമ്പോ രാജാവിന്റെ കിങ്കരമാര് കൈമുറിച്ചു മാറ്റുകയാ, കാല് മുറിച്ചു മാറ്റുകയാ, കണ്ണ് ചൂഴ്ന്നെടുക്കുകയാ. ശരീരങ്ങളെല്ലാം മുറിച്ചു മാറ്റുമ്പോ പടച്ചോനെ വേദന കൊണ്ട് പൊട്ടിക്കരയുകയാ. അവസാനം രാജാവിന്റെ ഓർഡർ വരുന്നുണ്ട്, അവനെ ഒരു വടിയുടെ പുറത്ത് കുത്തിയെടുക്കുക, അങ്ങാടിയിലൂടെ കൊണ്ട് കറങ്ങുക, എന്നിട്ട് വിളിച്ചു പറയുക, ഇനി ആരാണ് മോഷണം നടത്തുന്നത്? ആ മോഷണം നടത്തുന്നവന്റെ ഗതി ഇതാണ്. അവന്റെ കൈ കാണൂല്ല, അവന്റെ കാല് കാണൂല്ല, അവന്റെ ശരീരങ്ങൾ കാണൂല്ല എന്ന് വിളിച്ചു പറയാൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അല്ലാ അല്ലാ, അവിടെ നിന്ന് ഫദൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു വടിയുടെ പുറത്ത് കുത്തിയെടുക്കുകയാണ്. അവരങ്ങാടിയിലൂടെ കൊണ്ട് കറങ്ങിയിട്ട് പറയാ, ഇവൻ മോഷണം നടത്തിയവനാണ്. ഇനി ആരാടാ ഈ നാട്ടിന്റെ ഉള്ളിൽ മോഷണം നടത്തുന്നത്? അവന്റെ കൈ ഇതുപോലെ കാണൂല, അവന്റെ കാല് കാണൂല, ശരീരം കാണൂല എന്നവിടം വിളിച്ചു പറയുമ്പോ ഫദൽ റളിയല്ലാഹു അൻഹു വേദനയോടെ നൊമ്പരത്തോടെ ആ ഒരു വടിയുടെ പുറത്തിരുന്ന് കൊണ്ട് വിളിച്ചു പറയാ, അങ്ങനെ നിങ്ങൾ പറയല്ലേ, ഞാൻ ഒരാളെ സാധനങ്ങളും മോട്ടിച്ചിട്ടില്ല, ഞാൻ പടച്ചവന്റെ പള്ളിക്കുള്ളിൽ ഇരുന്ന് കൊണ്ട് ഇബാദത്തെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാ, പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറയാ, അതല്ലാതെ മോഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ ആക്ഷേപിക്കണ്ട എന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ അനുയായികൾക്ക് വിഷമം തോന്നുകയാണ്. അവസാനം ഫദൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോ ഫദൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാ, എനിക്ക് വിശക്കുന്നല്ലോ, എനിക്ക് ദാഹിക്കുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വിശപ്പടക്കാൻ വല്ലതും വേണമെന്ന് പറയുമ്പോ ഈ രാജാവിന്റെ അനുയായികൾ ഒരു വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവെക്കുകയാ. അവിടെ കിടന്നുകൊണ്ട് ഫദൽ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ദാഹിക്കുന്നല്ലോ, വല്ലാത്ത വിശപ്പാട്, അതുകൊണ്ട് വല്ലതും തരുവോ, അതുകൊണ്ട് കഴിക്കാൻ വല്ലതും തരുവോ? അപ്പോഴാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പെണ്ണിന്റെ സംസാരമാണ്. ആ പെണ്ണ് പറഞ്ഞു, മോനെ, ആരാണ് എൻ്റെ വീട്ടിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നത്? നിങ്ങൾക്ക് ഭക്ഷണം തരാം, നമ്മൾ അന്യ പെണ്ണാണല്ലോ, പരസ്പരം കാണൂല്ലേ? അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാ, കാണാനുള്ള കണ്ണെനിക്കില്ല, എന്നാ നിങ്ങൾ ഇവിടത്തേക്കൊന്ന് എങ്ങനെയെങ്കിലും നടന്നു വരുവോ? നടന്നു വരാനുള്ള കാലുകളും എനിക്കില്ല. എന്നാൽ ഈ ഒരു ജനാല
ജടയുടെ പാളിയിലൂടെ നിങ്ങളുടെ കൈയൊന്ന് കാണിക്കുവോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എനിക്ക് രണ്ട് കൈകളുമില്ല. വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ അകത്തട്ടിലുള്ള പെണ്ണിറങ്ങി വരികയാ. കൈയില്ലാത്ത കാലില്ലാത്ത ശരീരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയ ആ ഒരു മനുഷ്യൻ ആരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത്. അവിടെ വന്നുകൊണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നു, രക്തത്തിൽ കുളിച്ചു കൊടുക്കുന്ന ഒരു മാംസപിണ്ഡം ചോദിച്ചു പോയി, നിങ്ങളാരാ? അപ്പോഴാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഒന്നുകൂടെ ചോദിക്കാവോ നിങ്ങൾ ഈ പറഞ്ഞ വാക്ക്? അപ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചു, നിങ്ങളാരാ? ആ സമയത്താണ് അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത്, നിങ്ങളാരാൻ? അപ്പോഴാണ് ഫദൽ റളിയല്ലാഹു അൻഹു വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞിട്ട് പറയാൻ പോലും കഴിയാതെ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളൊരു അന്യ പെണ്ണല്ല, നിങ്ങളൊരു അന്യ പെണ്ണല്ല, നിങ്ങളൊരു അന്യ പെണ്ണല്ല, നിങ്ങളെൻ്റെ ഉമ്മയാണ്, നിങ്ങളെൻ്റെ ഉമ്മയാണ് ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് ഫളിലാണുമ്മ. എൻ്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ കടന്നു പോയപ്പോ, എൻ്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കടന്നു പോയപ്പോ, ഉമ്മ എൻ്റെ കാല് പോയല്ലോ, എൻ്റെ കൈ പോയല്ലോ, എൻ്റെ കണ്ണ് പോയല്ലോ, എൻ്റെ ശരീരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയല്ലോ. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കുക, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പഠിക്കുക. പ്രിയപ്പെട്ട വീട്ടിൻ്റെ ഉള്ളിലുള്ള നിങ്ങളെ പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത, കാണാൻ അഴകില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മ വല്ലതും പറഞ്ഞു പോയാ നിനക്കൊന്ന് പുച്ഛമാണല്ലോ. 6 കൊല്ലവും 7 കൊല്ലവും 16 കൊല്ലവും വിദേശ രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് പെടാപ്പാട് പെട്ടിട്ട് നിനക്ക് വേണ്ടി കട്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട ബാപ്പ ഇന്ന് നിന്റെ വീട്ടിൽ നിനക്ക് ശാപമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കുക, അല്ലാഹി വല്ലാഹ്, അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞാൽ എത്ര വലിയ പാപമാണെങ്കിലും പറച്ചവൻ പൊരുത്തപ്പെടൂല്ലേ? ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരയാനാണ് കടന്നു പോയത്. പക്ഷേ ഉമ്മാന്റെ അനുവാദമില്ലാത്ത ഒരേ ഒരു കാരണം കൊണ്ട് ഫദൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലവിടെ നിന്ന് മുറിച്ചു മാറ്റിയെങ്കിലോ, കൈ മുറിച്ചു മാറ്റിയെങ്കിലോ, ശരീരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലോ, ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, ഇന്ന് ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുമ്പോ ഞാൻ എൻ്റെ കിബറ് പറയുകയല്ല. വല്ലാഹി വല്ലാഹി എല്ലാ ദിവസവും ഇതുപോലെ എല്ലാ ദിവസവും മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തിനാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മനസ്സ് പൊട്ടിയിട്ട് പറയുന്ന എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി മരിച്ചാൽ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളായിട്ട് മാറുവാൻ വേണ്ടിയിട്ടാണ്. അതിന് 60 വയസ്സായാലും 70 വയസ്സായാലും 40 വയസ്സായാലും ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം മേടിക്കുന്നതിൽ അവിടെ തടസ്സങ്ങളില്ല. ഇത് പഠിപ്പിച്ചതാരാ? നമ്മുടെ ഖൽബിന്റെ മണിമാരാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിത് കേൾക്കുമ്പോ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല, വലിയ വിഷയമുള്ള കൂട്ടത്തിലല്ല. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യാൻ ആഗ്രഹത്തോടുകൂടി കടന്നു പോയിട്ട് എന്തേ സംഭവിച്ചു പോയത്? ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? അവിടെ ഇല്ല. എല്ലാവർക്കും ആഗ്രഹമാണ്, പടച്ചോനെ മരിക്കണതിന് മുമ്പ് ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയാൻ എന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട് ഇവിടെ. അല്ലാഹു അവിടെ എത്താത്തവർക്ക് എത്താനുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ. മനസ്സറിഞ്ഞ അല്ലാഹുവേ, ഈ സദസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആരൊക്കെയാണ് റബ്ബേ, അവർക്ക് അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. സന്തോഷത്തിന്റെ മുഴുവൻ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. എന്നാൽ ആ കഅബാലയത്തിന്റെ ചാരത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ആ ഹജ്ജും അല്ലാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തണ്ടാകാം. ഇല്ലെങ്കിൽ ഇനി 60 ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ മക്കളോട് പഠിപ്പിക്കേണ്ടുന്ന വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക യുഗത്തിലെ ബ്രോയിന്റെ പിന്നാമ്പറങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ കടന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വീട്ടിൻ്റെ ഉള്ളിലുള്ള ഉമ്മയും ബാപ്പയും ഇന്നത്തെ കോലം കണ്ടാൽ വല്ലതും പറഞ്ഞു പോകും.
അതിന് നമ്മൾ ധിക്കരിച്ചുകൊണ്ട് കഥ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട യുവ സമൂഹത്തിനോട്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കൊച്ചുമക്കളോട് പറയാ, അതിന് വില കൊടുക്കേണ്ടി വരും. അവസാനം വല്ലാതെ വില കൊടുക്കേണ്ടി വരും. ഉമ്മയുടെയും ബാപ്പയുടെയും ഒരു സെക്കൻഡിന്റെ വാക്ക്, ആ ഒരു വാക്ക് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എൻ്റെ ചെറുപ്പക്കാരാ. ബാപ്പയായാലും ശരി തന്നെ, ഉമ്മയായാലും ശരി തന്നെ, അവർ രണ്ടുപേരുടെ വാക്ക് കണ്ടോ. ഫളൽ റളിയല്ലാഹു അൻഹു പോയത് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരയാനാ. പക്ഷെ എന്താണ്ടായേ? അവസാനം കാലില്ലാതെ, കൈയില്ലാതെ, കണ്ണില്ലാതെ സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ പടച്ചോനെ, ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്, നല്ല ആളുകളെ നല്ല ഉറക്കം ആമീൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മുടെയൊക്കെ ഈ ഇവിടെയൊക്കെ ഉള്ളു ഇത്ര ഉഷാർ. നമ്മുടെ അങ്ങോട്ടൊക്കെ പോയാൽ ആമീൻ പറയാം, എത്ര ജനം ഉണ്ടെങ്കിൽ ആന്ധ്ര മിണ്ടില്ല. ഏതായാലും അള്ളാഹു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഇതിന് ഈ ആമീൻ പറയുന്നതിന് പകരം അള്ളാഹു ഇനി സ്വർഗ്ഗം നീ കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, മക്കളോട് പഠിപ്പിക്കണം ഈ ഇങ്ങനെയുള്ള വിഷയം. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളോട് ഒന്നും മിണ്ടാൻ പറ്റൂല. ഇവിടെ വാ മോനെന്ന് വെച്ചാൽ നീ പോടാ വാപ്പാന്ന് പറഞ്ഞ കാലഘട്ടമാണ്. പണ്ടൊരു കുട്ടി എല്ലാ ദിവസവും പോവും, എവിടെ? സ്കൂളിലാണ്. സ്കൂളിലേക്ക് പോകും. പക്ഷേ സ്കൂളിലേക്ക് പോയിട്ട് അവൻ പറയും, പാവപ്പെട്ട അമ്മണി ടീച്ചറാണല്ലോ, അമ്മണി ടീച്ചറിനോട് പറയും, ടീച്ചറെ എൻ്റെ വാപ്പാൻ്റെ വാപ്പ മരിച്ചു, ഉമ്മാൻ്റെ എനിക്ക് എല്ലാ ദിവസവും ഓരോരുത്തരെ മരിപ്പിക്കൽ അവൻ്റെ മെയിൻ പണി. നമ്മളെക്കാളും ബുദ്ധിയുള്ള മക്കളാ, ഒന്നും പറയാൻ പറ്റൂല. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരുത്തരെ മരിപ്പിക്കും. അവസാനം ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞ് ആരോ മരിച്ചെന്ന്. അപ്പം അമ്മണി ടീച്ചർ പറഞ്ഞു, മോനെ ഇന്ന് ആരും മരിക്കാനില്ല, കാരണം എല്ലാവരും നീ അങ്ങോട്ട് മരിപ്പിച്ചേക്കാൻ, അതുകൊണ്ട് ഇന്ന് ഇവിടെ പോകാൻ പറ്റൂല. കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് തല പുകഞ്ഞിട്ട് ചിന്തിച്ചിട്ട് പെട്ടെന്ന് അമ്മണി ടീച്ചറെ എന്താ മോനെ, ഇന്നെൻ്റെ പള്ളിയിൽ ഹൗലാണ്. അമ്മണി ടീച്ചറിന് എന്ത് ഹൗല്, സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ വീണ്ടും സംശയം ടീച്ചർക്ക്. ടീച്ചർ അവിടെ നിന്ന് ഉമ്മാൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് വിളിച്ചു. ഇത് ഇന്ന കുട്ടിയുടെ ഉമ്മ അല്ലേ? അതെ, ഇന്ന കുട്ടിയുടെ ഉമ്മാണ്. ഒരു സംശയമുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നിങ്ങളുടെ പള്ളിയിൽ പിന്നെ ഹൗലുണ്ടാ? ഉണ്ട് ടീച്ചറെ. എന്നാ നീ പൊക്ക മോനെ. ഞാൻ നമ്മുടെ മക്കൾ നമ്മളെക്കാളും നല്ല ബുദ്ധിയും ആവേശമുള്ള മക്കളാണ്. ഒരു കുട്ടി എന്നും കൊണ്ടുവരും, അല്ലെ ബാപ്പ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദിനൊരിക്കൽ പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകനാണ്, തീരെ അനുസരിക്കില്ല, അംഗീകരിക്കില്ല, അതുകൊണ്ട് വെക്കേഷൻ്റെ സമയമാണ്, ഇവനെ ഒന്ന് ഉഷാറാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, മോനെ ഞാൻ കൊണ്ടുവന്ന് ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ നന്നായിട്ട് നിസ്കരിച്ചാൽ, നന്നായിട്ട് ഉപ്പാക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കോലത്തിൽ നീ ഒന്നിപ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയം നിനക്ക് നല്ലൊരു ബൈക്ക് മേടിച്ചു തരും. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടി ഫുൾ ടൈം നിസ്കാരം. ഉസ്താദ് എപ്പോൾ നോക്കണം അപ്പോഴൊക്കെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര നിസ്കാരമാണ്. അവസാനം അവിടെ നിന്ന് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമായപ്പോൾ കുട്ടി വന്നിട്ട് ഉസ്താദിന് ഇങ്ങനെ തോണ്ടി വിളിച്ചു, ഉസ്താദെ എന്താ മോനെ നാളെ സ്കൂൾ ഉറക്കാൻ? ആയിക്കോട്ടെ, എന്താ പൊക്കം? അല്ല, നിങ്ങൾ പറഞ്ഞ് ബാപ്പ അടുത്ത് പറഞ്ഞിട്ട് ബൈക്ക് മേടിച്ചത്. അത് കുട്ടി ഞാനങ്ങനെ വെറുതെ പറഞ്ഞല്ലേ, നീ ഇത്രയും നിസ്കരിച്ച ഈ നിസ്കാരമൊക്കെ നിന്റെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി, ആ നിസ്കാരത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കുട്ടി പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ അങ്ങനെ പറ്റിച്ചുകൊണ്ടല്ലേ ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നീ ഇപ്പം നിസ്കരിച്ചത്. അപ്പോൾ കുട്ടി അങ്ങോട്ട്, ഉസ്താദെ ഞാൻ നിങ്ങളെ ഇത്രയും നാൾ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചേ എന്നെ പറ്റിച്ചെന്നോ? അതെ ഉസ്താദ് നിങ്ങളെ പറ്റിച്ചു. അതങ്ങനെയാണ് എന്നെ പറ്റിച്ചേ? ഉസ്താദ് ഈ കണ്ട ലുഹറുകളും അസറുകളും മഗ്രിബുകളും ഇശാകളും ഒക്കെ ഞാൻ നിസ്കരിച്ചു, പക്ഷേ ഒറ്റ വക്കത്ത് നിസ്കാരത്തിന് ഒളു എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല എന്ന്. നമ്മുടെ മക്കളോടൊന്നും മിണ്ടാൻ പറ്റും, നല്ല ബുദ്ധിയുണ്ട്. ഏതായാലും അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഏതൊരാൾക്ക് വിജയിക്കണമെങ്കിൽ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമാണ്. SSLCയുടെ പരീക്ഷയുടെ സമയമാകുമ്പോ ഉസ്താദുമാരോട് 500 രൂപ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും, ഉസ്താദെ പരീക്ഷയ്ക്ക് പോവാണ്, ദുആ രക്കണം. ഉസ്താദ് ദുആ ചെയ്യും, ഉറപ്പാണ്. ഉസ്താദുമാർ ദുആ ചെയ്യും. പക്ഷേ അതിന്റെ തെളിവായിട്ട് മദീനത്തിന്റെ മണവാളനെ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആദ്യമായിട്ട് ഒരാൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യേണ്ടുന്നത് വീട്ടിന്റെ ഉള്ളിലുള്ള പ്രിയപ്പെട്ട ഉമ്മയോടും ബാപ്പയോടുമാണ്. അവരുടെ ദുആ സ്വീകരിച്ചാലാണ് അല്ലാഹു സ്വീകരിക്കുക. അവരുടെ ദുആ സ്വീകരിച്ചാലാണ് അല്ലാഹു ദുആ സ്വീകരിക്കുക. പരീക്ഷയ്ക്ക് കടന്നു പോകുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മ 50 രൂപ കൊടുക്കുകയാണ്, മോളെ ഉസ്താദിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യിപ്പിച്ചോ. എന്റെ പൊന്നുമ്മ, നിങ്ങളാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ദുആ അരക്കേണ്ടുന്നത്. അതുകൊണ്ടാണല്ലോ ആബിദത്തുൽ ഉബൈദിയ അവിടെ ഏതോ ഒരു സാധനമൊന്ന് മറന്നുപോയി. 2 കൊല്ലമായിട്ട് മറന്നുപോയി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയേ 2 കൊല്ലമായി
ഞാൻ ഒരു സാധനം എവിടെയോ കുഴിച്ചിട്ടു, അത് എവിടെയാണെന്ന് എനിക്കറിയുന്നില്ല, ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, മോനെ, നിനക്ക് ഓർമ്മ വരുന്ന കാര്യമാണോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോവുക, ആ പ്രിയപ്പെട്ട ഉമ്മയോടൊന്ന് ദുആ ചെയ്യാൻ പറയുക. അവിടുന്ന് സ്വഹാബി ഓടുകയാണ്, പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാര വന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഉമ്മ, ഇന്നതുപോലൊക്കെയാണ് കാര്യമുള്ളത്, എന്റെ ഉമ്മ ഒന്ന് ദുആരക്കുവോ? പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എന്റെ കുട്ടി ഏതൊരാഗ്രഹമാണ് മനസ്സിൽ കൊണ്ടുവരുന്നത്, പടച്ചോനെ, ആ പൊന്നുമകനിക്ക് ആഗ്രഹം നീ സാധിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്നതാ പൊന്നുമകൻ അന്നത്തെ രാത്രി വന്ന് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ഈത്തപ്പന മരം ഇങ്ങനെ കാണുകയാ, അതിന്റെ എല്ലാ അടയാളങ്ങളും കാണുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീനയിലൂടെ ഓടുകയാണ്. ഓടി ഓടി ചെല്ലുമ്പോഴോ അതേ അടയാളത്തിൽ ഈത്തപ്പന മരമുണ്ട്. അതിന്റെ മൂട്ടിലെ മണ്ണൊന്ന് മാന്തി നോക്കി. അപ്പോഴാണ് താൻ കുഴിച്ചിട്ട സാധനം അവിടെയുണ്ട്. ഇതെവിടെ നിന്നാണ് ഓർമ്മ വന്നത്? എവിടെ നിന്നാണ് കാണിച്ചു കൊടുത്തത്? അത് പ്രിയപ്പെട്ട ഉമ്മയുടെ ദുആയിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വസ്ത്രം മലക്കാനുള്ള യന്ത്രമല്ല. ബാപ്പ എന്ന് പറഞ്ഞാൽ 6-7 കൊല്ലം വിദേശത്ത് പോയി കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള യന്ത്രമല്ല. നാട്ടിലൂടെ കൂലിപ്പണിക്ക് പോയിട്ട് പാറ ചുമന്നിട്ട് നിങ്ങളെ നോക്കി വളർത്താനുള്ളൊരു യന്ത്രമല്ല. ഈ ബാപ്പയും ഉമ്മയും ഒന്ന് കിടന്നു പോയാൽ ഈ മക്കൾ എന്നെ നാളെ നോക്കുമല്ലോ, അവരെന്നെ അനുസരിക്കുമല്ലോ എന്ന പ്രതീക്ഷയോട് അവർ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോ എത്രയോ മക്കളാണ് അവരെ ഇന്ന് പുച്ഛിച്ചൊന്ന് തള്ളുന്നത്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയിലും, ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിജയിക്കണോ? ലോകത്തിന്റെ നായകൻ നമ്മളോട് പഠിപ്പിച്ചത് മാതാവിന്റെ പിതാവിന്റെ ദുആയും പൊരുത്തവും ഉണ്ടാകണമെന്ന്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം ഉണ്ടാകണമെന്നാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയാണ്, നല്ല വഴിയിലൂടെ, സന്തോഷത്തിൻ്റെ വഴികളിലൂടെ, ആനന്ദത്തിൻ്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല നാളുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ 2 പേരുടെ പൊരുത്തം നമുക്കുണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. ഇപ്പം തന്നെ 1 മണിക്കൂർ എത്ര പെട്ടെന്ന് കടന്നു പോയത് നമ്മൾ എവിടെ എത്തിയിട്ടില്ല. പെട്ടെന്ന് കടന്നു പോയി. അധികം ആരെ എത്തിയില്ല. ഇൻഷാ അല്ലാഹ് ആരെടുത്തിട്ട് ബുദ്ധിമുട്ടിപ്പില്ല. വിഷയം ഇൻഷാ അല്ലാഹ് പറഞ്ഞു പൂർത്തിയാക്കുന്നാലും അള്ളാഹു നമ്മൾ കബൂലാക്കട്ടെ. അതുകൊണ്ട് അവരുടെ പൊരുത്താണ് അല്ലേ. ഉമ്മാന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അതുകൊണ്ടാണല്ലോ പിന്നെ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ സ്വർഗം ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചു. ഇവിടെ വെച്ചിട്ട് നിന്റെ സ്വർഗം കൊണ്ടുവരാൻ പറ്റുമെന്ന്. നമ്മുടെ മക്കളോട് വെച്ച് എന്താ പറയാ, ആ വാപ്പാക്ക് മുഴുവൻ ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ന് തന്നെ ഉളമ്പാറ കൊണ്ടുവരുന്ന. പക്ഷെ ഈ മകൻ പറഞ്ഞു, ഉപ്പ ഞാൻ കൊണ്ടുവരും. എന്താ കാരണം? മനസ്സപ്പൂവാടി ഉള്ളിൽ നിറയുന്ന മാണിക്കച്ചപ്പല്ലോ സ്നേഹത്തിൻ എന്നുമ്മ, സൗഭാഗ്യപ്പൂമുഖം കണ്ടാലെന്നുള്ളത്തിൽ സന്തോഷപ്പൂമാല എന്നെ മൂടുന്നല്ലോ. അമ്മിഞ്ഞ പാൽ തന്ന് അക്ഷരമതു തന്ന ഉറുമ്പരിക്കാതെന്നെ പോറ്റിയ പൊന്നുമ്മ, ഉമ്മാന്റെ ചോട്ടില സ്വർഗമതെന്നതാ മുസ്തഫ തങ്ങളും നന്നായി പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പൊന്നുമകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമകനേ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു
അൻഹുവിന്റെ മകൻ പറഞ്ഞു ഉപ്പാ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടുകയാണ്. എവിടത്തേക്കാ ഓടുന്ന എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്തേക്കാണ്. ഓടി ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു ഉമ്മാ നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ ഉമ്മാ? മക്കളാണല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് കാലൊന്ന് പൊക്കിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട പുന്നാരവും അവിടെ നിന്ന് കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് എന്താണ് എൻ്റെ പൊന്നുമകൻ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര മകനുമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ കൊട്ടിയിടുകയാണ്. അത് പൊതിഞ്ഞെടുത്തുകൊണ്ട് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ആകുന്ന പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടു കൊടുക്കുമ്പോ ആ പൊതി പേടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ തുറന്നു നോക്കുമ്പോഴോ അല്ലാഹുവേ പച്ച മണ്ണാണ്. അവിടെ നിന്ന് ചോദിച്ചു പോയി പൊന്നുമോനെ ഈ പച്ച മണ്ണ് എങ്ങനെയാണ് നിന്റെ സ്വർഗമാകുന്നത്? അപ്പോഴാണ് ആ പൊന്നുമോൻ അവിടെ നിന്ന് പറഞ്ഞത് ആദാ തുറാബും മിൻ തുറാബിൽ ജന്നാ. ഉപ്പാ ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാണ്, എന്റെ സ്വർഗത്തിന്റെ മണ്ണാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്നവിടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നു ഇതെന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരുന്നു പോയ മണ്ണാണ് എന്ന് പറയുമ്പോ പൊന്നുമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറയാണ് മോനെ നീ പറഞ്ഞത് ശരിയാ. നിന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിലുള്ള പൊടിമണ്ണ് നാളത്തെ നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിന്നെ കൊണ്ടുപോകാനുള്ള സഹായത്തിന്റെ വഴികളാണ് എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലോ എൻ്റെ പ്രിയമുള്ള സഹോദര, നമ്മളൊന്ന് കാണാൻ ഇഷ്ടപ്പെടാത്ത 60 വയസ്സായ 70 വയസ്സായ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ കൊടുക്കുന്ന ചെലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരെ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് അവരെ കളിയാക്കുന്നയും നിന്റെ മക്കളുണ്ടെങ്കിലും പഠിച്ചുകൊള്ളുക. ഒരു വയസ്സായ ഉമ്മയോ ഒരു വയസ്സായ ബാപ്പയോ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലുണ്ടോ ആ വീട് സ്വർഗത്തിന്റെ പനിനീരാണ്, ആ വീട് സ്വർഗത്തിന്റെ തോപ്പാണ്. അതുകൊണ്ടല്ലേ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അന ബരീഉം മിമ്മൻ ലം യുഅദ്ദി ഹഖ വാലിദൈ. അല്ലാഹുവേ ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത കൂടപ്പിറപ്പുകളില്ലാത്ത ഒരാൾ പോലും കടന്നു വരാത്ത അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയിൽ തനിച്ചല്ലേ കടന്നു പോവുക. നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം ശരീരത്തിനോട് മാത്രമാണ് കടന്നുകൂടുക. എൻ്റെ ശരീരം ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കടന്നു പോകുമ്പോ അവിടെ ശഫാഅത്ത് തരുന്നതാരാ? ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയാണ്, ആ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു പോവുകയാ ഉമ്മാനെ വെറുപ്പിച്ച മകനാരാ? ബാപ്പയെ വെറുപ്പിച്ച് പോയ മകനാണ്. അനബരീ, അവനെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു പോയാൽ പിന്നീട് സ്വർഗം നമുക്ക് കണി കാണാൻ പറ്റോ? സ്വർഗത്തിന്റെ പരിമളം കിട്ടുവോ? സ്വർഗത്തിന്റെ സന്തോഷം കിട്ടുവോ? സ്വർഗത്തിന്റെ ആനന്ദം കിട്ടുവോ? സ്വർഗത്തിന്റെ അനുരാഗം കിട്ടുവോ? സ്വർഗത്തിന്റെ നീരുറവ് കിട്ടുവോ? സ്വർഗത്തിന്റെ മാലാകമാരെ കിട്ടുവോ? സ്വർഗത്തിന്റെ ഭക്ഷണം കിട്ടുവോ? സ്വർഗത്തിന്റെ പാനീയം കിട്ടുവോ? ഒന്നുമില്ലാതെ ദുനിയാവിന്റെ പുറത്ത് കഷ്ടതയോടുകൂടി കടന്നു പോയോ? അതിനേക്കാൾ കഷ്ടതയിൽ ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കടന്നു പോകുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞു പോയത് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന ബരീഉൻ മിമ്മൻ ലം യുഅദ്ദി ഹഖ വാലിദൈ. ഇല്ലേ, ഇവിടെ നമ്മുടെ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്. ഏത് വേദഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും, ബൈബിളായാലും ഭഗവത്ഗീത ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിനകത്ത് മുഴുവനും മാതാവിന്റെ പിതാവിന്റെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. അവരോടെങ്ങനെ പെരുമാറണമെന്ന് പറയുന്നുണ്ട്. എന്തേ കാരണം? ജീവിതത്തിൽ ഒരു മനുഷ്യനിക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തുണ്ടാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ
അവൻ്റെ ജീവിതം കഷ്ടതയില്ല. എത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, ഞാൻ നല്ല ബിസിനസ് ചെയ്യുന്ന ആളാണ്, എന്താണെന്നറിയില്ല, ഈ 2 മാസം കൊണ്ട് എൻ്റെ ബിസിനസ് ആകെ പൊട്ടിപ്പൊളിഞ്ഞു പോയി, ആരും എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ മേടിക്കണില്ല, എന്തേ പറ്റിയെന്നറിഞ്ഞില്ല. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, വേറൊന്നുമില്ല, നിന്റെ ഉമ്മാന്റെ ചാരത്തേക്കൊന്ന് പോക്, കാരണം 2 മാസം കൊണ്ട് നിന്റെ ഉമ്മ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉമ്മ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരാഗ്രഹം ഉമ്മാന്റെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നീ ഉമ്മാന്റെ ചാരത്തേക്ക് എത്തുന്ന സമയം വരെ, അതിന് വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളാണെങ്കിലും സ്വന്തം ഉമ്മാക്ക് അവിടെ കാണാൻ ആഗ്രഹമുണ്ട്, നീ എന്ത് പണിയാണെങ്കിലും മാറ്റി വെച്ചിട്ട് അവിടെ എത്തണം എന്നാണ്. ഇല്ലേ, നിസ്കാരത്തിൽ പോലും അങ്ങനാണല്ലോ, മാതാവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കണമെന്നുള്ളതുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അറിയില്ല, ഉമ്മാന്റെ അടുക്കൽ പോകാൻ പറഞ്ഞു. ഉമ്മാന്റെ ചാരത്ത് പോയി, ഉമ്മാക്ക് കണ്ടിഷ്ടപ്പെട്ടു, മോനെ പൊക്കോ, കച്ചവടത്തിന് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉമ്മ അവിടെ നിന്ന് ദുആയോട് കൂടി പറഞ്ഞു വിട്ടു. 1 മാസവും 7 ദിവസവും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇത്ര സന്തോഷമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഈ 3 ഒട്ടകം നിങ്ങൾക്കാണ്, ഈ 3 ഒട്ടകം നിങ്ങൾക്കാണ്. ചോദിച്ചു, അല്ല മോനെ, നിന്റെ കച്ചവടത്തിൽ ഒന്നും ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞു പോയത്, ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താണെന്നറിയില്ല, ഈ ഒരു മാസം ഭയങ്കര കച്ചവടം, എല്ലാവരും ഇങ്ങോട്ട് വരാൻ, നിങ്ങളുടെ ഒട്ടകം തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷായി. ഇതെവിടെ നിന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ കിട്ടിയത്? സ്വന്തം ഉമ്മാന്റെ ആ ഒരൊറ്റ ദുആയിലാണ്. ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ കുട്ടിയെന്ന് കാണാൻ എനിക്കെന്ന് ആഗ്രഹമുണ്ടൊന്ന് എത്തിക്കണേ അല്ലാ. ഉമ്മ ദുആയിരുന്നു. ആ ഒരു ദുആയിലൂടെ കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കണം, വലിയ വലിയ കഥകൾ ഞാൻ ചുരുക്കി പറഞ്ഞു പോവാൻ. അതുകൊണ്ട് ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്ക, റബ്ബേ, എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തക്കേട് എനിക്കുണ്ടോന്ന്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചെന്നിട്ട് പൊരുത്തം ചോദിക്കുക. അവരുടെ കണ്ണുനീരിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഇല്ലേ, എന്താ കാരണം? അവർ സ്നേഹിച്ച സ്നേഹത്തിന് പകരം വെക്കാൻ നമുക്കൊന്നുമില്ല. അവർ നമുക്ക് തന്ന ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഒരു 10,000 കൊടുത്താലും ഇനി 1,00,000 കൊടുത്താലും അവർ നമ്മളെ നോക്കിയതിന് പകരമായിട്ടില്ല, ഒരിക്കലും ആകില്ല. എത്ര സ്നേഹവും നമുക്ക് തന്നു പോയത്. അല്ലാഹുവേ, ആലുവ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാലോ. അവിടെ കഴിഞ്ഞ റമദാനിൽ പ്രഭാഷണം പറയുമ്പോ, റമദാനിന്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രഭാഷണത്തിന്റെ പരിപാടിക്ക് ഒന്ന് കടന്നു പോകുമ്പോ, സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്ന് നോമ്പ് തുറക്കുന്നത് ഇവിടെയാണ്, ഇന്ന് നമുക്ക് സന്തോഷകരമായിട്ട് ഇവിടെ നോമ്പ് തുറക്കാം. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. എന്നെ എല്ലാ സ്ഥലത്തും വാഹനമോടിച്ച് കൊണ്ടെത്തിക്കുന്നത് ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ടൊരു സയ്യിദാണ്. ഇന്നിവിടെ കടന്നു വന്നിട്ടില്ല, തൃശ്ശൂർ ജില്ലക്കാരനാണ്. ഇന്നിവിടത്തേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ അനുജനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പഠിക്കുക. അവിടെ ആ ചെറുപ്പക്കാരൻ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി സുഭിക്ഷமான രീതിയിൽ ഭക്ഷണം തന്നു നോമ്പ് തുറപ്പിച്ചു. യാ അല്ലാഹ്, അതിനുശേഷം അവിടെ ആ ചെറുപ്പക്കാരൻ 2 പാത്രമെടുത്ത് മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങുകയാ. ഞാൻ ചോദിച്ചു, പൊന്നുമോൻ എന്തിനാണ് കരയുന്നത്? നമ്മളെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം തന്നിട്ട് കരയുകയാണോ? അവിടെ നിന്ന് പറഞ്ഞു, അല്ല ഉസ്താദ്, മനസ്സിൽ ഒരു വേദനമുണ്ട്. ഈ 2 പാത്രത്തിന്റെ കഥ ഒന്ന് പറയാനാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പച്ചി എൻ്റെ ചെറുപ്പത്തിലേ വിട പറഞ്ഞു പോയതാ. ഞങ്ങളെ നോക്കാൻ ഒരാളില്ല, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളില്ല, ഞങ്ങളുടെ സഹോദരങ്ങളില്ല, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരുമില്ല. ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ പോറ്റിയതുമെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുക്കളപ്പണി ചെയ്തുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് 2 പാത്രത്തിലായിട്ടാ വരിക. ഒരു പാത്രത്തിലുള്ളത് നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കും, അത് നമ്മൾ കഴിക്കാറുണ്ട്. ഒരു പാത്രത്തിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അതവിടെ നിന്ന് മാറ്റിവെക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പാത്രത്തിന്റെ കഥയാ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു പോയപ്പോ
മനസ്സൊന്ന് പൊട്ടിപ്പോയ എന്റെ ഉപ്പമാരെ. അവൻ പറയാൻ തുടങ്ങി, ഉസ്താദേ, ഈ ഒരു പാത്രത്തിലുള്ള ഭക്ഷണം ഞങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിക്കും. ഉമ്മയോട് ഞങ്ങൾ ചോദിക്കും, ഉമ്മ നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ പറയുന്ന, മക്കളെ, ഈ പാത്രത്തിന്റെ ഉള്ളിലുള്ള ഭക്ഷണം മുഴുവനും ഉമ്മക്കാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. ഒരു വേള ഉമ്മക്ക് രോഗം വരികയാ. ഉമ്മ കൊണ്ടുവന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു പോയി. ഉമ്മക്ക് രോഗമായി. ഉമ്മാന്റെ കൈകാലുകളൊക്കെ തളർന്നതുപോലെ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി, റബ്ബേ, ഉമ്മ കൊണ്ടുവച്ചിരിക്കുന്ന പാത്രം നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ഉമ്മാക്കൊന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്കൊന്ന് കൊടുക്കാൻ ആ പാത്രം ഒന്നെടുക്കുമ്പോ, ആ പാത്രം ഒന്ന് തുറക്കുമ്പോ, അല്ലാഹുവേ, ആ പാത്രത്തിന്റെ ഉള്ളിൽ ഉമ്മ ചരൽ കല്ലുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോയത്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, നിങ്ങളുടെ വിശപ്പ് മാറുന്നതാണ് എൻ്റെ വയറു നിറയുന്നത്. മക്കളെ, ഇത്രയും നാള് ഉമ്മ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉമ്മ പച്ചവെള്ളം കുടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. എൻ്റെ കുട്ടികളാകുന്ന നിങ്ങളുടെ വയറു നിറയുമ്പോ, നിങ്ങൾ സന്തോഷിക്കുമ്പോ, അതെന്റെ മനസ്സിന്റെ വിശപ്പ് അങ്ങോട്ട് മാറുന്നതാണ്. അത്രയും നാൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പട്ടിണിക്കിരുന്നു ഉസ്താദേ. പച്ചവെള്ളം കുടിച്ചിട്ട് എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടി ഒക്കെ മാറ്റിവെച്ചു പോയ ഉമ്മയാണ്. ഇന്നതുപോലത്തെ എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ വീട്ടില്. നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്ന, നമുക്ക് വേണ്ടി വെള്ളം തരുന്ന, ഉമ്മക്കിരിക്കുന്ന ഇറച്ചി കഷണത്തിന്റെ ബാക്കി പോലും ഉമ്മക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മീൻ കഷണത്തിന്റെ ബാക്കി പോലും ഉമ്മ കഴിക്കാതെ കാത്തിരിക്കുന്നു. റബ്ബേ, എൻ്റെ കുട്ടി ഉച്ചക്ക് ചോറ് കഴിച്ചവനാണ്, വൈകുന്നേരം അവനിക്ക് മീൻ വേണം, അവനിക്ക് ഇഷ്ടാണല്ലോ, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഉമ്മമാർ ഈ സദസ്സിലില്ല എന്ന് പറയാൻ പറ്റോ? ഉപ്പമാര് പറയും, എന്നാ എനിക്കത് വേണ്ട, മോനിക്ക് വേണ്ടി മാറ്റിവെച്ചോ എന്ന് പറയുന്ന ഉപ്പമാർ ഈ സദസ്സിലുണ്ടല്ലോ. ഇന്ന് ആ ഉപ്പയും ഉമ്മയും നമുക്കൊന്ന് ഭാരമായി മാറിപ്പോയോ ചെറുപ്പക്കാരാ? അവരുടെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിച്ചോ? ഇത്രയും സ്നേഹം തന്ന ഉമ്മാനെ കുറ്റം പറയാൻ പറ്റോ? ബാപ്പയെ കുറ്റം പറയാൻ പറ്റോ? അതുകൊണ്ടാണല്ലോ ഒരു ഉമ്മാനെ ചുമക്കുകയാൻ. എന്തിനാണ് ഉമ്മയെ ചുമക്കുന്നത്? ഉമ്മാനെ തോളിലേക്കിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഉമ്മാ, എന്റെ നല്ല വിലപിടിപ്പുള്ള വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് നിങ്ങളെ മലമൂത്ര വിസർജനം ചെയ്താൽ ഇതിവിടെ നിന്ന് വാരിയെടുക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തള്ളേ, നിങ്ങളെ ഞാൻ കൊണ്ട് കളയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഉമ്മയോ ബാപ്പയോ വാർദ്ധക്യാവസ്ഥയിൽ വീട്ടിൽ വന്നു പോയാൽ, അല്ല അവരിൽ രണ്ടിൽ ഒരാൾ വന്നു പോയാൽ, തള്ളേ, നിങ്ങൾ എന്ത് പണിയാ നിങ്ങൾ ഈ ചെയ്യുന്നത്? അവിടെ ഖുർആനിൽ ചേ എന്നുള്ള വാക്കാണ് പറയുന്നെങ്കിൽ അവിടെ അതിന്റെ മീനിങ് അവിടെ നിന്ന് വ്യക്തമാക്കുന്നത്, ഏയ് തള്ളേ, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? തന്തേ, നിങ്ങൾ എന്തായി കാണിക്കണത്? കള്ളക്കളവൻ അല്ലേ പറയാറില്ലേ ഇന്നത്തെ മക്കൾ? അല്ലാ, പല ആളുകൾക്കും മരണുണ്ട് അല്ലേ? വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന വയസ്സായ ബാപ്പ, കേൾക്കാത്ത വാപ്പ ചോദിച്ചു, മോനെ ആരാ വന്നത്? അപ്പം മകൻ പറയും, അതെന്റെ കൂട്ടുകാരൻ ഷുക്കൂറാൻ. ബാപ്പ കേട്ടില്ല. വീണ്ടും ചോദിക്കും, മോനെ ആരാടാ വന്നത്? സൗണ്ട് മാറി മകന്റെ. ബാപ്പ, അത് എന്റെ കൂട്ടുകാരൻ ഷുക്കൂറാന്ന്.
മൂന്നാമതും ചോദിക്കും, മോനെ ആരടാ വന്നത്? പടച്ചോനെ ഒരുപാട് ആളുകൾക്ക് മരണമുണ്ട്, ഈ തന്തയ്ക്ക് മരണമില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ മക്കളുടെ കാലഘട്ടം. ചെറുപ്പക്കാരാ, നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോ ഇതെന്താണ് വാപ്പ, അതെന്താണ് വാപ്പ എന്ന് ചോദിക്കുമ്പോ ബാപ്പയും ഉമ്മയും നമ്മളോട് പറഞ്ഞു, മോനെ അത് കാറാൻ, അത് മൈക്കാൻ, അത് വാഹനമാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കും, വാപ്പ അതെന്താണ്? അപ്പോഴും ഉപ്പാക്കും ഉമ്മാക്കും പറഞ്ഞു തരാൻ അവിടെ നിന്ന് അവർക്കൊരു മടിയില്ല. അവസാനം അവരിങ്ങോട്ട് ചോദിക്കും, ഉപ്പാന്റെ കുട്ടിക്ക് മനസ്സിലായോ, ബാപ്പാന്റെ കുട്ടിക്കത് മനസ്സിലായോ എന്ന് ചോദിച്ച് അവരിങ്ങോട്ട് മനസ്സിലാക്കി. ഇന്നത്തെ മക്കളോ എന്തെങ്കിലും വീട്ടിൽ കിടന്നിട്ട്, വീടിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഉമ്മയും ബാപ്പയും ചോദിച്ചാൽ അവർക്കെതിരെ ദുആ ചെയ്യുന്ന മക്കൾ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ പടച്ചോനെ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളെ നീ അങ്ങനെ ആക്കണേ റഹ്മാനെ. അവിടെ നിന്ന് പറഞ്ഞു, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ ചെയ്യുന്നല്ല ഒന്നും അവരെ പറയാൻ പാടില്ല. ഒരു വീട്ടിൽ കിടന്നുകൊണ്ട് മകന്റെ വീട്ടിൽ കിടന്ന് ഉമ്മ മലമൂത്ര വിസർജനം ചെയ്തു. ആ ഉമ്മാനെ തോളിലെടുത്തു വന്യജീവികളുള്ള ഒരു കൊറ്റിക്കാട്ടിൽ സ്വന്തം ഉമ്മാനെ കൊണ്ട് ചെന്ന് കളയാൻ. പക്ഷേ ആ മകൻ ഉമ്മാനെടുത്ത് തോളിലേക്ക് വെച്ചപ്പോ വീട്ടിന്റെ മുകളിൽ ഉള്ള ഒരു വൃക്ഷത്തിൽ നിന്നും ഇല പറിച്ചിട്ട് മകൻ അവിടെ നിന്ന് ഉമ്മ താഴേക്കിട്ടു. അത് മകന്റെ തോളിൽ കിടന്നിട്ട് എവിടെയാണോ മകൻ ഉമ്മാനെ കൊണ്ടുവെക്കുന്നത് ആ സ്ഥലം വരെ ഉമ്മ അങ്ങനെ പറിച്ചിട്ട് കൊണ്ടുപോയി. അവസാനം അവിടെ നിന്ന് തിരിച്ചു നടക്കാ വരുകയാണ് പ്രിയപ്പെട്ട മകൾ. അപ്പൊ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇവിടെ വല്ലാത്ത ജീവികളുള്ളതാണ്, നിന്നെ കടിച്ചു കീറും മോനെ, അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പെട്ടെന്ന് പൊക്കോ. ഉമ്മാനെ വന്യജീവികൾ കടിച്ചു കീറിയാൽ ഉമ്മാക്ക് അവിടെ നിന്ന് കുഴപ്പമില്ല. ഈ ഒരു സ്നേഹമുള്ളതാരാ? മക്കൾ അടിക്കട്ടെ, വഴക്ക് പറയട്ടെ, ചീത്ത വിളിക്കട്ടെ, കളിയാക്കട്ടെ, കുറ്റം പറയട്ടെ, എന്നാലും പ്രിയപ്പെട്ട ഉമ്മാക്ക് അവിടെ നിന്ന് വെറുപ്പില്ല, നൊമ്പരമില്ല. അവിടെ നിന്ന് അവസാന ഉമ്മയോടാ മകൻ പറഞ്ഞു, തള്ളേ, ഇന്നത്തെ മക്കള് പറയും പോലെ പറഞ്ഞു, തള്ളേ നിങ്ങൾ മിണ്ടരുതേ, ഞാൻ പൊക്കൊള്ളാം, നിങ്ങളെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മാനെ കളിയാക്കുമ്പോ വല്ലാഹി വല്ലാ ആ ഉമ്മാന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. അല്ലാഹുവേ, അവസാനം ആ പാവപ്പെട്ട ഉമ്മാന്റെ അടുക്കലേക്ക് തന്നെ മകൻ വഴിതെറ്റിയിട്ട് തിരിച്ചു വരികയാ. അപ്പോഴും ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ഉമ്മയാൻ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ഒന്ന് കേൾക്കാവോ, എന്നാൽ നിനക്ക് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എന്ന് പറയുമ്പോ മകൻ പറഞ്ഞു, തള്ളേ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉമ്മാന്റെ ചാരത്തേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ വിളിച്ചു പറയുകയാ, മോനെ, ഈ കാണുന്ന പച്ച ഇല കണ്ടോ, ഈ ഒരു ഇലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ കടന്നു പോയാൽ നിനക്ക് നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമെന്ന നിന്റെ ചുമരിൽ കിടന്നുകൊണ്ട് ഉമ്മ പറിച്ചിട്ട ഇലകളാണിത് എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് പറയുന്ന സമയത്ത് ആ മകൻ ഉമ്മാന്റെ വാക്കാണല്ലോ, എത്രയായാലും തള്ളയാണല്ലോ, ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പായുമ്പോ യാ അല്ലാ, വളരെയേറെ വിദൂരത്തേക്ക് വെച്ചുകൊണ്ട് തന്റെ വീടിന്റെ അടയാളം കാണുകയാണ്. ആ മകൻ തിരിച്ചോടുകയാണ്. ഓടി വന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ നോക്കുമ്പോ ഉമ്മ അതാ ഒരു പാറയുടെ മുകളിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഉമ്മ എന്തോ പിറുപിറുക്കുന്നുണ്ട്. പൊന്നുമകൻ അവിടെ നിന്ന് കാതുകൊണ്ട് വെക്കുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട പുന്നാര മകൻ എന്താണ് പറയുക എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മദാ അല്ലാഹു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്താണ് പറയുക എന്നറിയാൻ മകനൊന്ന് കാതു കൊടുക്കുമ്പോ ആ ഉമ്മാന്റെ ചുക്ക് ചുളിഞ്ഞു പോയ കവിൾ തടങ്ങളിലൂടെ ഉമ്മ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദ്വാരക്കുകയാണ്. പടച്ചോനെ, എന്റെ പ്രിയപ്പെട്ട കുട്ടി ഇവിടെ നിന്ന് യാത്ര തിരിച്ചല്ല, അവനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ദ്വാരക്കുകയാണ്. മകൻ അവിടെ ഉമ്മാനെ തോണ്ടി വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാ. വാരിപ്പിണർന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഈ പൊന്നുമകനോട് പൊരുത്തപ്പെടണം ഉമ്മ, ഈ പൊന്നുമകനോട് പൊരുത്തപ്പെടണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മാനെ വാരിപ്പിണർന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയൂല്ല,
ബാപ്പ ഉള്ളപ്പോ ബാപ്പാന്റെ വിലയറിയൂല, ഉമ്മ ഉള്ളപ്പോ ഉമ്മാന്റെ വിലയറിയൂല. ഇങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നുകൂടുകയാണ്. അല്ലാഹുവേ, ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. കണ്ണൂർ ഭാഗത്താ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവസാനം മദ്രസയുടെ പണിക്ക് വേണ്ടി സ്വർണങ്ങൾ ചോദിച്ചപ്പോ ഒരു 4 വയസ്സുള്ളൊരു പൊന്നുമക ഒരു സ്വർണവളയുമായി കടന്നു വരികയാ. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു പോയ പടച്ചോനെ, ഈ പൊന്നുമകന്റെ മാതാവിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞു പോകുമ്പോ സദസ്സിൽ നിന്ന് ഒരാൾ പറയാണ്, ആ കുട്ടിയുടെ ഉമ്മ മരിച്ചു പോയതാണ്. കണ്ടപ്പോ തന്നെ മനസ്സ് പൊട്ടിപ്പോവുകയാ. പ്രിയപ്പെട്ട പൊന്നുമകന്റെ ഉമ്മ മരിച്ചുപോയി എന്നവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഒരാൾ പറഞ്ഞു പോകുമ്പോ അവസാനം അവിടുന്ന് ദുആ ചെയ്തിട്ട് അവസാനം പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട കുട്ടിയുടെ ഉപ്പ വന്നിട്ട് പറയുന്നു, ഉസ്താദേ, ഏതായാലും എന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു പോയതാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യാൻ ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് പോകാവോ? ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയിരുന്ന് കൊണ്ട് ദ്വാരക്കുമ്പോ സുബ്ഹാനല്ലാഹ് 4 വയസ്സുള്ള പൊന്നുമകൻ ഓടി വരികയാണ്. ഉപ്പയോട് കടന്നു വന്നിട്ട് പറയുന്നു, ഉപ്പാ എനിക്കുറങ്ങാറായുപ്പാ, ഉമ്മയില്ലാതെ പൊന്നുമകൻ ഉറങ്ങൂല്ല എന്നവിടെന്ന് വിളിച്ചു പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. കണ്ടുപോയതാണ് എന്റെ ചെറുപ്പക്കാരാ. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സൈലന്റ് ആക്കിയിട്ട് കാതിലേക്ക് വെച്ചിട്ട് പറയാ, പെണ്ണേ നീ എവിടെയാണ്? കുട്ടി നിന്നെ കാത്തു നിൽക്കുകയാണ്, നീ വന്നിട്ടേ മകൻ ഉറങ്ങൂന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അല്ലാഹുവേ, അവിടെ നിന്നതാ പൊന്നുമകനിക്ക് ഫോൺ കട്ട് ചെയ്തിട്ട് ബാപ്പയാകുമെന്ന് ഞാൻ പറയൂ ഉസ്താദേ, ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോൻ ചെന്ന് കിടന്നുറങ്ങിയാലേ ഉമ്മ നിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരൂന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോഴാണ് എൻ്റെ കുട്ടി പോയി കിടക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതും പറ്റിച്ചിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ ഉള്ളപ്പോ ഉമ്മാന്റെ വിലയറിയൂല, ബാപ്പ ഉള്ളപ്പോ ബാപ്പാന്റെ വിലയറിയൂല. വിദേശത്തേക്കൊന്ന് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ആൺമക്കൾ ഭാര്യയോട് സലാം പറഞ്ഞ് മക്കളോട് സലാം പറഞ്ഞു, പ്രിയപ്പെട്ടവരോടൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ വയസ്സായി കിടന്നു പോന്ന ശരീരങ്ങൾ ചുക്കുചുളഞ്ഞു പോയ താടി നരച്ചു പോയ ബാപ്പയും ഉമ്മയും ആ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ അവരോട് പോകട്ടെ എന്നെങ്കിലും ഒരു വാക്ക് ചോദിക്കാതെ കടന്നു പോകുമ്പോൾ ആ ഉമ്മാക്ക് വെറുപ്പില്ലല്ലോ, ആ ഉമ്മാക്ക് ദേഷ്യമില്ലല്ലോ. അപ്പോഴും ആ ഉമ്മ ദ്വാരക്കുന്ന, റബ്ബേ എൻ്റെ കുട്ടി യാത്ര പോകുന്നുണ്ട് അല്ലാഹുവേ, എൻ്റെ പൊന്നുമകന്റെ യാത്രയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദ്വാരക്കുകയാണ്. വിദേശത്തുള്ള മക്കള് പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു, പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചു, പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചു, എല്ലാവരെയും അവിടെ നിന്ന് വിളിക്കുകയാണ്. അവസാനം പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രസവിച്ച് വളർത്തിപ്പോയ ആ പ്രിയപ്പെട്ട പൊന്നുമ്മാനെ ഒന്ന് വിളിക്കാമെന്ന് പോലും ഇന്നിന്റെ മക്കൾക്ക് അവിടെ നിന്ന് കഴിയാതെ പോകുമ്പോ സ്നേഹമുള്ള മക്കൾ അവിടെ നിന്ന് ഒരു പക്ഷേ ഭാര്യയോട് ചോദിക്കുന്ന, പെരുന്നാൾ എങ്ങനെ ഉണ്ടിക്കാ? പെരുന്നാൾ ഉഷാറായി, നമ്മൾ അനുജത്തിയുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് കടന്നുകൂടുകയാ. അതൊക്കെ പറഞ്ഞ് അവസാനം ഉമ്മാന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയുമ്പോ ആദ്യമായിട്ട് ഉമ്മ ചോദിക്കുന്നു, പൊന്നുമോനെ പെരുന്നാൾ എങ്ങനെ ഉണ്ടെന്നില്ല, പുത്തൻ വസ്ത്രം എടുത്തോന്നില്ല, മക്കൾക്ക് 60 വയസ്സാണ് പ്രായമെന്നുണ്ടെങ്കിലോ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കുന്നത്, ഉമ്മാന്റെ പൊന്നുമോൻ എന്താണ് കഴിച്ചു പോയത്, ഉമ്മാന്റെ മകൾ എന്താണ് കഴിച്ചു പോയത്? ഈ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ പ്രസവിച്ച് വളർത്തിയ ഉമ്മക്കല്ലാതെ ഒരു പെണ്ണിനും കഴിയൂല. അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണടാ, അറ്റപൂക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ, അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണടാ, ഒരിക്കലും നശിച്ചു പോകാത്തൊരു ബന്ധം അത് പെറ്റ വയറിനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ സ്നേഹം
സ്നേഹം തന്ന ഉമ്മ, സന്തോഷം തന്ന ഉമ്മ, കാരുണ്യം തന്ന ഉമ്മ. ആ ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരോടൊപ്പം പൊരുത്തം ചോദിച്ചിട്ടില്ലേ? വല്ലാഹി വല്ലാഹ് ലാ യഖ്ബലുഹു അല്ലാഹുൽ ഇബാദ. അല്ലാഹു അവന്റെ ഒരു ഇബാദത്തും സ്വീകരിക്കില്ല എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിമാരനായ മാണിക്കക്കല്ലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങൾ സൂക്ഷിക്കുക. ഇല്ലേ, നമ്മൾ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായല്ലോ. ഇത്രയും നേരവും നമ്മൾ പറഞ്ഞത് ഉമ്മയുടെ സ്നേഹമാണ്, ബാപ്പയുടെ പൊരുത്തമാണ്. ഇതുണ്ടെങ്കിലേ നാളത്തേക്കുള്ള നമ്മുടെ ജീവിതം സന്തോഷമാകൂ. പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതാണല്ലോ പറഞ്ഞത്, ചൊല്ലി കഥകളും റസൂലുള്ളാവേ ആറ്റക്കനിയായ മലർപ്പൂമാനേ ഏശി പറൈന്തുള്ള മലർത്താവേ ഏറ കനിയാലേ ഉരൈന്തുള്ളോരേ ഓതാൻ തുടങ്ങിയ മലറുമ്മാവേ ഉറ്റ സോറോറായി ചൊരിന്തുള്ളോരേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക, അല്ലാഹുവേ ഈ ഒരു പരിപാടി ഇന്ന് സമാപിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലെത്തിയാൽ എൻ്റെ ഉമ്മയുണ്ടോ, അവരുടെ പൊരുത്തം പേടിക്കാതെ ഞാൻ കടന്നു പോകില്ല അല്ലാ. ഈ ഒരു ബോധവും ഈ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിളല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം ഫീ റിളൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. സുഖ്തല്ലാഹ്, അല്ലാഹുവിന്റെ കോപം ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ്. ഇരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് വാളു പറഞ്ഞ ഞാന് ഉമ്മാന്റെ പൊരുത്തത്തോടു കൂടിയാണ് ഇവിടെ വന്നതെങ്കിൽ അള്ളാന്റെ പൊരുത്തമുണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തമില്ലാതെയാണ് കടന്നു വന്നതെങ്കിലോ അവിടെ അള്ളാന്റെ പൊരുത്തമില്ല. അള്ളാഹുവിന്റെ ലഅനത്തിന്റെ അദാബിന്റെ മാലാകമാർ നമ്മൾ ശപിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വഴിയോരത്തു കൂടി കടന്നു പോകുമ്പോൾ ഈ ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തില്ലാതെയാണ് കടന്നു പോകുന്നതെങ്കിൽ അള്ളാഹുവേ അവിടങ്ങാണം വെച്ച് മരിച്ചു പോയാൽ ഉലൈക മഅവാഹുമുൻ നാർ, അവന്റെ വാസസ്ഥലം അള്ളാഹുവിന്റെ നരകമാണെന്ന് ഖുർആൻ. ചിന്തിച്ചേ, നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ അറിയില്ല, ഈ ദുനിയാവിന്റെ പുറത്തൂടെ നമ്മളിങ്ങനെ കടന്നു പോകാൻ അറിയില്ല. സഹോദരങ്ങളെ, ഞാൻ നന്നായിട്ട് പറയാൻ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ എന്തിനാ ഈ ഉമ്മയും ബാപ്പയും പറ്റി പറയണത്? അവരുടെ പൊരുത്തമുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തമുള്ളൂ. നമുക്ക് റബ്ബിന്റെ പൊരുത്തം വേണം, അത് കിട്ടി തന്നെ നമുക്ക് മരിക്കണം. അള്ളാഹു അങ്ങനെ നമ്മളെ മരിപ്പിക്കട്ടെ. അതിന് ആ റബ്ബിന്റെ പൊരുത്തം വേണമെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വേണ്ടേ? ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്. ബാപ്പയെയോ ഉമ്മയെയോ ഒരു മകൻ വെറുപ്പിച്ചാൽ അവരെ ഉപദ്രവിച്ചാൽ അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ശിക്ഷ അള്ളാഹു കൊടുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങള് ഉടൻ തന്നെ പിന്നത്തെ കൊണ്ട് മാറ്റി വെക്കൂല, വേറെല്ലാ കാര്യവും ഖിയാമത്ത് നാൾ വരെ പിന്തിപ്പിക്കും. പക്ഷേ അവരെ വെറുപ്പിച്ചോ, കഴിഞ്ഞ കഥ. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഞാൻ നേരത്തെ പറഞ്ഞു പോയ എൻ്റെ വാഹനം ഓടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കഥ പറഞ്ഞല്ലോ. അല്ലാഹുവേ, ഒരു വേള ഇങ്ങനെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നുകൂടുകയാ. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്താണ് ഒരു വാഹനം ചേറിപ്പാഞ്ഞ് കടന്നു വരുന്നത്. വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ മുമ്പിലേക്കൊന്ന് കയറുകയാണ്. അതിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് പറയാൻ പോകുന്ന ഉമ്മ എന്നുള്ള വിഷയം പറയാ. ഇന്നതാ നിങ്ങളുടെ വിഷയം കേൾക്കാൻ ഞങ്ങൾ 2-3 ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ട്. ഉമ്മയാൻ, അതുകൊണ്ട് ഇന്നത്തെ കഥയല്ല കേട്ടോ, അങ്ങനെ വിചാരിച്ചേക്കണ്ട. അവിടെ നിന്ന് കുറെ 2 കൊല്ലം അടുപ്പിച്ചാവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ പ്രഭാഷണത്തിനാണ് കടന്നു വരുന്നത്. നമുക്കിതാ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന് ഉസ്താദിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, കൊണ്ടുവരിക. അവൻ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ,
5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ എനിക്കൊന്ന് സമയം തരുവോ? ഞാൻ പറഞ്ഞു, പൊന്നു മോനെ പറയുക, അവിടത്തേക്കല്ലേ നീ വരുന്നത്? അവർ മറ്റു വാഹനത്തിൽ വന്നോട്ടെ, നീ എന്റെ വാഹനത്തിലേക്കൊന്ന് കയറുക. അവൻ എന്റെ വാഹനത്തിലേക്കൊന്ന് കയറിയിരുന്നിട്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, എന്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്, എന്നെ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ സുന്ദരിയായ ഉമ്മയോടൊപ്പം കടന്നുകൂടുകയാ. എന്റെ ഉമ്മ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. സുന്ദരമായ ജീവിതമാണ്. അള്ളാഹു എനിക്ക് 2 മക്കളെയും തന്നിരിക്കുകയാണ്. അങ്ങനെ കടന്നുകൂടുമ്പോൾ എൻ്റെ ഉമ്മാക്കൊരു രോഗം വരികയാ. ആ ഒരു രോഗത്തിൽ എൻ്റെ ഉമ്മാന്റെ 2 കാലുകളും തളർന്നു പോവുകയാണ്. ഉമ്മ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാ. അതുമാത്രവുമല്ല, ഒരു വേള പാതിരാത്രിയിൽ ഉമ്മ മെല്ലെ എഴുന്നേക്കുമ്പോ കരണ്ടില്ലാത്ത പവർ കട്ടിന്റെ സമയം പ്രിയപ്പെട്ട ഉമ്മ മറിഞ്ഞു വീണിട്ട് 2 കാലുകളും മുടിഞ്ഞു പോവുകയാണ്. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇക്കാ, ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും 2 മക്കളും, ഈ 2ൽ ആരെങ്കിലേ ഇവിടെ ശരിയാകുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ ഉമ്മാനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്നെയും മക്കളെയും ഒഴിവാക്കുക. ഉസ്താദേ, മക്കളെന്ന് പറഞ്ഞാ എനിക്ക് ജീവനാണ്. എൻ്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളില്ലേ, ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിനോട് പറഞ്ഞ്, പെണ്ണേ, പ്രിയപ്പെട്ട ഉമ്മാനെ നമുക്കൊന്ന് മാറ്റാ, ഉമ്മാന്റെ കാലൊന്ന് ശരിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ, ഉസ്താദേ, ഉമ്മാന്റെ കാല് ശരിയായി. ഉമ്മയോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, നാളെ നമ്മളൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എൻ്റെ ഉമ്മാക്ക് സന്തോഷമാവുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ ഒരുങ്ങുന്നുണ്ട്. വാഹനത്തിലേക്കൊന്ന് കയറിയിരിക്കുകയാ. വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിരുന്നു. പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും നമ്മളും യാത്ര തുടർന്നു. ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എൻ്റെ ഉമ്മ ഇവിടെ ഇറങ്ങുക. ഉമ്മ ഇവിടെ ഇറങ്ങി. എന്നിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇന്ന് മുതൽ എൻ്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാ, എൻ്റെ മക്കളുള്ളപ്പോ, പേരക്കുട്ടികളുള്ളപ്പോ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ, നിങ്ങൾ തനിച്ചാണ്. ഇന്ന് മുതൽ എൻ്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോഴാണ് എൻ്റെ ഉമ്മ ചോദിച്ചത്, മോനെ, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? എൻ്റെ ഉമ്മ, ഈ സ്ഥലത്തിന്റെ പേര് വൃദ്ധസദനമെന്നാണ്. ഒരാള് പോലും നോക്കാനില്ലാതെ വരുമ്പോ, മക്കൾക്ക് മടി തോന്നുമ്പോ കൊണ്ടാക്കുന്നൊരു സ്ഥലമാണ് വൃദ്ധസദനം. എനിക്കും മടിയില്ല, എന്നാൽ എൻ്റെ ഉമ്മ ഇവിടെ കഴിയുക. എൻ്റെ ഉമ്മാക്കുള്ള ചെലവിനുള്ള എല്ലാം ഈ പൊന്നുമകൻ അവിടെ എത്തിച്ചു തരാമെന്ന് വിളിച്ചു പറയുമ്പോ, ആ ഉമ്മ എപ്പോഴോ കേട്ടുപോയ വൃദ്ധസദനം, അല്ലാഹുവേ, ഭർത്താവില്ലാതെ എത്ര കഷ്ടപ്പെട്ടാ ഈ പൊന്നുമകനെ വളർത്തിയത്. ആ മകൻ എന്നെ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടാക്കിയല്ലോ. ആ സമയത്തൊന്ന് കണ്ണു നിറഞ്ഞു. ഉസ്താദ്, എൻ്റെ ഉമ്മാന്റെ കൈകളിൽ ഞാൻ പിടിക്കുകയാ. ഞാൻ അവിടെ നിന്നതാ മെല്ലെ അവിടെ നിന്ന് എടുത്ത് ചാടി ഓടാ ഒരുങ്ങിയിട്ടില്ല. ഞാൻ മെല്ലെ ഉമ്മാന്റെ കൈ വിട്ടിട്ട് അവിടെ നിന്ന് നടന്നു. എൻ്റെ ഉമ്മാനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാഹനത്തിന്റെ അരികിലേക്ക് എത്തി എൻ്റെ ഉമ്മാനെ തിരിഞ്ഞു നോക്കി. എൻ്റെ ഉമ്മ ചിരിക്കുകയാണ്. എന്തിനാണ് എൻ്റെ ഉമ്മ ചിരിച്ചു എന്നറിയോ? എൻ്റെ കുട്ടി ഇവിടെ നിന്ന് പോകുമ്പോഴും കരയാതെ പോകുവാനാണ്, വിഷമിക്കാതെ പോകുവാനാണ്, നൊമ്പരപ്പെടാതെ കടന്നു പോകുവാനാണ്. അല്ലാ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. ഞാനതാ വാഹനവുമായിട്ട് യാത്ര ചെയ്യുകയാ. എതിർദിശയിലൂടെ കടന്നു വന്ന ഒരു വാഹനവുമായിട്ട് കൂട്ടിയിടിക്കുകയാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലേക്ക് ഞാൻ കിടന്നുകൊണ്ട് കണ്ണു തുറക്കുമ്പോ, അല്ലാഹുവേ, എൻ്റെ 2 കാലവിടെ കാണാനില്ല. 2 കാലിന്റെ സ്ഥാനത്ത് അവിടെ അതാ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്തോ ഒരു വിഷമമാ, എന്തോ ഒരു വേദനയാ. ആ മുറിച്ചു മാറ്റിയിട്ടുള്ള കാല് നോക്കി ഞാൻ കരയുകയാണ്.
എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരികയാ. എൻ്റെ പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇക്കാ നിങ്ങളോട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ട് കാലുകളില്ലാത്ത ഒരാളോടൊപ്പം എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ടാ ഈ മക്കളെയും കൂട്ടി ഞാൻ ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. ഇനി നിങ്ങളുമായിട്ടുള്ള ജീവിതമില്ല. എൻ്റെ പ്രിയപ്പെട്ടവള് കടന്നുപോയി. അയൽവക്കത്തുള്ള ചെറുപ്പക്കാരൻ്റെ സഹായത്തോടു കൂടിയാ ഭക്ഷണം കഴിക്കുക. എൻ്റെ മലമെടുക്കുന്നതും മൂത്രമെടുക്കുന്നതൊക്കെ അവനാണ്. അവൻ വരുന്ന സമയം വരെ മലമൂത്രത്തിൽ കുളിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമാണ്. അല്ലാ, നൊമ്പരം സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു വേള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയാ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. ആരാണ് വീട്ടിന്റെ വാതിൽ പടിയിൽ കടന്നു വന്നുകൊണ്ട് മുട്ടുന്നത്? ആര് വന്നാലും എഴുന്നേറ്റ് പോയി വാതിൽ തുറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവൻ കടന്നു വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോൾ, അല്ലാഹുവേ, ആരെയാണോ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കൈപിടിച്ചിട്ട് കൊണ്ടാക്കിയത്, ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണ് കടന്നു വരുന്നത്. കടന്നു വന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. പൊന്നുമോനെ, അല്ലാഹു നിനക്ക് ഇതുപോലത്തെ ഒരു ഗതികേട് തന്നോ? എൻ്റെ പൊന്നുമകൻ കരയണ്ട, എൻ്റെ പൊന്നുമകൻ പേടിക്കണ്ട. ആര് കളഞ്ഞിട്ട് പോയാലും ഈ ഉമ്മ നിന്നെ കളഞ്ഞിട്ട് പോകൂല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, അന്ന് മുതൽ എൻ്റെ ഉമ്മ വിറക്കുന്ന പാദങ്ങളോടെ, വിറക്കുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന ശരീരങ്ങളോടെ എൻ്റെ ഉമ്മയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എൻ്റെ ഉമ്മയാണ് എൻ്റെ മലമെടുക്കുന്നത്, എൻ്റെ ഉമ്മയാണ് എൻ്റെ മൂത്രമെടുക്കുന്നത്. എൻ്റെ ഉമ്മാക്കും മടിയില്ലല്ലോ, എൻ്റെ ഉമ്മാക്ക് വെറുപ്പില്ലല്ലോ, എൻ്റെ ഉമ്മാക്ക് പിണക്കമില്ലല്ലോ. എൻ്റെ ഉമ്മ അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് തരുമ്പോ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ, ഈ മകനോട് വെറുപ്പുണ്ടോ? എൻ്റെ ഉമ്മ പറയുന്നു, മോനെ, ആരൊക്കെ വെറുപ്പ് വെച്ചാലും, എന്നെ അടിച്ചാലും, എന്നെ ഉപദ്രവിച്ചാലും, എന്നെ കുത്തി നോവിച്ചാലും, നിന്റെ ഉമ്മാക്ക് നിന്നോട് പിണക്കമില്ല, നിന്നോട് വൈരാഗ്യമില്ല, നിന്നോട് വിദ്വേഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാ അല്ലാ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഉസ്താദേ. അല്ലാഹുവേ, പാതിരാത്രി 12 മണി സമയത്ത്, 2:30 മണി സമയത്ത് എനിക്കൊരു ഗുളികയുണ്ട് കഴിക്കാൻ. അത് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലോ നേരം വെളുത്തു വേദന കൊണ്ട് പിടഞ്ഞിട്ട് കരയും. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുകയാ. അങ്ങനെ 2:30 മണിയായപ്പൻ ആരോ വിളിക്കുകയാണ്. കണ്ണു തുറക്കുമ്പോഴെൻ്റെ ഉമ്മയാണ്. ഞാൻ ചോദിച്ചു, ഉമ്മ ഉറങ്ങിയില്ലേ? എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ, നാളെ നേരം വെളുത്ത് നീ കരഞ്ഞു പോയാ അത് താങ്ങാനുള്ള മനക്കരുത്ത് ഈ ഉമ്മക്കില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മ കരഞ്ഞു പോയെന്ന് വിളിച്ചു പറയുമ്പോ, എൻ്റെ ചെറുപ്പക്കാരാ, നമ്മളെത്ര വഴക്ക് പറഞ്ഞാലും, നമ്മളെത്ര ആക്ഷേപിച്ചാലും, നമ്മളെത്ര കളിയാക്കിയാലും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ പുച്ഛിച്ചു തള്ളിയാലും, നാട്ടിലുള്ള മുഴുവൻ ആളുകളും നിനക്കെതിരായാലും, നിന്റെ ഉമ്മ നിനക്കെതിരാവൂല്ല. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തം പേടിക്കാനാണ് ഇന്നത്തെ സദസ്. അല്ലാഹുവേ, മരിച്ചുപോയത്ര ഉമ്മയാണ്, അല്ലാഹുവേ, മരിച്ചുപോയത്ര ബാപ്പയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവരോടൊന്ന് സ്നേഹം പങ്കിടണ്ടേ. മരിച്ചുപോയ ഉമ്മയും ബാപ്പയും നമ്മളെ വിളിക്കുകയാ, യാ അഹിബ്ബായി വയാ ഔലാദി, പൊന്നുമക്കളെ, ഹൽ മിൻകും മിൻ അഹദി യദ്കുറൂന ويتفكرون ونحن في غربتنا اذكرونا ولا تبخلوا علينا
കബറിൽ കിടക്കുന്ന ഉമ്മ വിളിക്കുകയാണ്, കബറിൽ കിടക്കുന്ന ബാപ്പ വിളിക്കുകയാണ്, മോളെ നിന്നെ കെട്ടിച്ചേക്കാൻ എത്ര രൂപയാ ബാധാ ഉമ്മ അവിടെ നിന്ന് ചിലവഴിച്ചത്? ബാപ്പ വിളിക്കുന്ന മോളെ, പൊന്നുമോനെ നിനക്ക് വേണ്ടി പഠിക്കാൻ, നിനക്ക് ഭക്ഷണം തരാ, നിനക്ക് വസ്ത്രം വാങ്ങാ, ലക്ഷക്കണക്കാന രൂപകൾ നിന്റെ ബാപ്പ നിനക്ക് വേണ്ടി ചിലവഴിച്ചടാ. ഇന്ന് നിന്റെ ബാപ്പ കബറിന്റെ ഉള്ളിലാണ്, പച്ച മണ്ണിന്റെ ഉള്ളിലാ. നീയതാ ദുനിയാവിൽ വെച്ച് എന്നെ സഹായിച്ചിരുന്നു, ഈ കബറിന്റെ ഉള്ളിൽ ബാപ്പാനെ സഹായിക്കാ ഒരാൾ പോലും ഇല്ലല്ലോ മോനെ. അതുകൊണ്ട് ഉദ്കുറൂന വലാ തബ്ഖുലൂ അലൈനാ. ഈ ബാപ്പാനെ ഒന്ന് ഓർക്കാവോ, ഈ ഉമ്മയെ ഒന്ന് ഓർക്കാവോ? പൊന്നുമോനെ പൊന്നുമോളെ, വലാ തബ്ഖുലൂ അലൈനാ. അവിടുന്ന് നമ്മളോട് പറയാണ്, പുന്നാര മക്കളെ, ബാപ്പാന്റെ ഉമ്മാന്റെ ഖബർ സ്വർഗത്തിന്റെ വീടാകാ. വനഹ്നു ഫീ ഖുർബത്തിനാ. ഇവിടെ പുഴുക്കളാ, ഇവിടെ കൂരിരുട്ടാട്, ഒന്ന് രക്ഷപ്പെടുത്തുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് നോക്കിയിട്ട് പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ബാപ്പ വിളിക്കുമ്പോ, കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉമ്മ വിളിക്കുമ്പോ, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയത്, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, ജീവിച്ചിരിക്കുന്ന മക്കളാകുന്ന നിങ്ങള് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ ഹദിയ ചെയ്തില്ലെങ്കിൽ ഒരു നാള് നിങ്ങളും മരിക്കും സ്വഹാബാ. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ആ പുന്നുമക്കൾ നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. അവിടെ കിടന്നുകൊണ്ട് നരകത്തിൽ കിടന്നുകൊണ്ട് നരകത്തിന്റെ ചൂടനുഭവിക്കുമ്പോ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സഹായിക്കൂല. നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ സഹായിച്ചിട്ടല്ലാതെ, നിങ്ങളുടെ പിതാവിനെ സഹായിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാൻ പോവുകയാണ്, ഇവിടെ വെച്ചുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രസവിച്ച് വളർത്തിയ ഉമ്മാക്ക് വേണ്ടി അവർ നമ്മളെ ചുമന്നതിന്റെ പകരമെങ്കിലും, ഒരു തുള്ളി അമ്മിഞ്ഞപ്പാൽ നമുക്ക് തന്നതിന്റെ പകരമെങ്കിലും, നാളെ ഞാൻ മരിച്ചാൽ ഇതുപോലെ എനിക്ക് വേണ്ടി ഞാൻ കബറിൽ കിടന്നിട്ട് യാചിക്കുമ്പോ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി കൊടുക്കണ്ടേ? ഇന്നാ ഉമ്മാന്റെ കബറ്, എൻ്റെ ഉമ്മാന്റെ കബർ, എൻ്റെ ഉപ്പാന്റെ കബറ് ഈ സെക്കൻഡിൽ തന്നെ പ്രകാശിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ അല്ലാഹുവേ, ഈ സദസ്സിൽ ആര് പറഞ്ഞാലും പാഴാക്കല്ല അല്ലാ, പാഴാക്കല്ല അല്ലാ, പാഴാക്കല്ല അല്ലാ. ബിഹഖിൻ നബിയ്യ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.